അല്ല, ഒരു മിനിറ്റ്, അയാൾ ഒന്നുകൂടി പറയണ്ടേ? ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കുമല്ലോ എന്ന് പറയണ്ടല്ലേ? സ്വീകരിക്കില്ല എന്നൊന്നും പറയണല്ലോ. ഞങ്ങളൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങളെ അഭിപ്രായം സ്വീകരിക്കില്ലേ? എനിക്ക് പിടിവാശിയൊന്നുമില്ല. സത്യം സത്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് പിന്തുടരാൻ ഞാൻ തയ്യാറാണ് 100%. അപ്പൊ നാളെ മുതൽ ഓതും, നാളെ മുതൽ കൂട്ടുപ്രാർത്ഥന നടത്തും. ഇത് ശരിയാണെന്ന് ഞാൻ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഞാൻ മുതലായി. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ കുന്നത്തേരിയിൽ കലക്കി പോന്ന അന്നത്തെ ഉച്ച കഴിഞ്ഞുള്ള ആ ചർച്ചക്ക് വീണ്ടും കളമൊരുക്കാൻ, ഈ കുന്നുകരയിൽ തന്നെ കളമൊരുക്കാൻ ഞങ്ങൾ എന്തുണ്ട്, നേരത്തെ പറഞ്ഞ അടിമയാകാത്ത കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞങ്ങൾ 10,000 കുതിരശക്തിയോട് വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ആ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ, ലൈൻ ഖാമ എന്ന ഹദീസ് വെച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ച് കൃത്യമായി ഇവിടെ ഔദ്യോഗികമായി നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ നേരത്തെ അടിമകളാകാത്ത ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട വിഷയം അവിടുത്തെ നമ്മൾ കൃത്യമായി ഇവർക്ക് ഇത് ഇവിടുത്തെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് ഇൻഷാ അല്ലാഹ് അടിമകളാകാത്ത അള്ളാഹുവിന്റെ കൃത്യമായ ദീൻ സമൂഹത്തെ പഠിപ്പിക്കണമെന്ന് വിശ്വസിക്കുന്നു. മുതലായി മുഖാമുഖം മുതലായി തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് പ്രവർത്തകർ തയ്യാറല്ലേ? അവര് ഏത് സമയം പറഞ്ഞാലും ശരി, ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من عمل عملا ليس عليه أمرنا فهو رد. شفيعنا وحبيبنا محمد رسول الله. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتهي
والحبيب العربي. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ പറയാനും കേൾക്കാനുമാണ് ഈ സമയത്ത് നാം എല്ലാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു തആല ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മജ്ലിസായി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ റബീഉൽ അവൽ മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. റബീഉൽ അവൽ മാസത്തിന്റെ പ്രത്യേകത നാം എല്ലാവരും അറിഞ്ഞവരും പഠിച്ചവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവ് ജന്മം കൊണ്ട ഏറ്റവും അനുഗ്രഹീതമായ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി മദീനയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും അവിടത്തോടുള്ള ആദരവും ബഹുമാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണിത്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ പ്രസംഗിച്ച എന്റെ സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശമാണ് ഇവിടെ പറയുന്നത്. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾ ഇവിടെ പരാമർശിക്കുന്ന വിഷയങ്ങളോ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട മറ്റേത് വിഷയങ്ങളോ ആർക്ക് വേണമെങ്കിലും ആ വിഷയത്തിൽ ചോദ്യം ചോദിക്കാനും ഇടപെടാനും സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ആരും സംശയിച്ചു നിൽക്കേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഏത് വിഷയവും ഇവിടെ ചോദിക്കാൻ നമ്മളിവിടെ അവകാശവും സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നാളെ വന്ന് അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടതൊന്നും പറഞ്ഞില്ല എന്നാർക്കും സങ്കടം വേണ്ട എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മുടെ രക്ഷിതാവ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അവനാണ് ഇരു ലോകത്തും നമുക്ക് എല്ലാം തരുന്നത്. ആ അല്ലാഹു നമുക്ക് അനുവദിച്ച, ഇവിടെ ജീവിക്കാൻ അനുവദിച്ചു തന്ന അത്രയും സമയം അത് എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ആ സമയം അവസാനിച്ചു പോയാൽ പിന്നെ നമ്മൾ ആരും ഇവിടെ നിലനിൽക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് പോകേണ്ടവരാണ് നാം എല്ലാവരും. അവിടെയാണ് നമുക്ക് ശാശ്വതമായ ജീവിതമുള്ളത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്ന ലോകം. ഇത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മരണം നമ്മെ തേടിയെത്താമെന്ന യാഥാർത്ഥ്യം എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പ്രസംഗിക്കുന്ന എനിക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് നിർബന്ധമായ ഒരു സംഗതിയാണ്. സഹോദരങ്ങളെ, മരണത്തോടെ പരലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ ഖബർ എന്ന് പറയുന്ന ഒരു മഹാസംഭവം അവിടെ വരാനുണ്ട്.
മാത്രമല്ല മഹാന്മാരായ മലക്കുകളുടെ ചോദ്യം ഇവിടെയുണ്ട്. ശേഷം ഹൗദുൽ കൗഥറും മീസാനും ചോദ്യവും ഉത്തരവും വിചാരണയും സിറാത്ത് പാലവും അവസാനം സ്വർഗവും നരകവും ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചുറച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ ആരോടെങ്കിലുമുള്ള പകപോക്കലിന്റെ പേരിലോ നമ്മുടെ ആദർശം നമ്മൾ ഉറപ്പിക്കാതെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പരലോകമാണെന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യലോകത്തെ ഈ ലോകത്തേക്ക് അയച്ചത് മുതൽ മനുഷ്യന്റെ തുടക്കം മുതൽ ആദ്യത്തെ മനുഷ്യനായി ഇവിടെ വന്നത് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദം നബി തന്നെ ഒരു പ്രവാചകരായിട്ടാണ് ലോകത്ത് വന്നത്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പ്രവാചകന്മാർ, ഒരുപാട് അമ്പിയാക്കൾ ലോകത്ത് വന്നു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അവസാനമായി നമ്മുടെ എല്ലാവരുടെയും നേതാവ്, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദുൽ വജൂദ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ നേതാവ്. സഹോദരങ്ങളെ, ആ നേതാവ് ഇവിടെ പഠിപ്പിച്ചു, ആ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ചു യഥാർത്ഥ വഴി എന്താണ് എന്ന്. ആ വഴി സ്വീകരിച്ചവർക്ക് മാത്രമേ പരലോകത്ത് രക്ഷയുണ്ടാകൂ എന്നാണ് നാം ഇവിടെ പറഞ്ഞു വരുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേരളക്കരയിൽ വിശുദ്ധ ഇസ്ലാം ഇത്രയും വളർന്ന് പന്തലിച്ചല്ലോ. അൽഹംദുലില്ലാഹ്, മറ്റു മതക്കാരുമായി വളരെ സൗഹാർദ്ദത്തിൽ ഇന്നും നമ്മൾ ജീവിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവന്നത് ആരാ? എല്ലാവർക്കും അറിയാം. കൊടുങ്ങല്ലൂർ നമ്മുടെ അടുത്ത പ്രദേശമാണല്ലോ. കൊടുങ്ങല്ലൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതാരാ? സഹോദരങ്ങളെ, സ്വഹാബിയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് തളങ്കര പള്ളിയിൽ അങ്ങനെ തുടങ്ങി കേരളത്തിലുടനീളം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരുടെ ഖബറുകൾ, മഖ്ബറകൾ നമുക്ക് കാണാം. ചോദിക്കട്ടെ, എന്തിനായിരുന്നു ഈ സ്വഹാബികൾ ഈ കേരളത്തിലേക്ക് വന്നത്? ബിസിനസ് നടത്താനായിരുന്നോ? അല്ല. കച്ചവടത്തിന് വേണ്ടിയായിരുന്നോ? അല്ല. ജോലി തേടി വന്നതായിരുന്നോ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച യഥാർത്ഥ ആശയം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ ഈ കേരളത്തിലേക്ക് വന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഹാബികളുടെ ജീവിതം കണ്ട് ശേഷമുള്ള താബിഈങ്ങൾ ജീവിച്ചു, തബഉ താബിഈങ്ങൾ ജീവിച്ചു. ഇന്ന് വരെ നമ്മുടെ ഉസ്താദുമാരുടെ കൈകളിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് വിശുദ്ധ ദീൻ ലഭിക്കുന്നത് വരെ സ്വഹാബത്തിനെ മാതൃകയാക്കിയുള്ള ഇസ്ലാമിക ജീവിതമാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗമുള്ളതും. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും പഠിക്കണമായി. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് എന്താ? ഈ ലോകത്തെ വിജയമാണോ? അല്ല. ഈ ലോകത്തെ വിജയത്തിലുപരി നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും പരലോകത്തെ വിജയമാണ്. പരലോകത്തെ വിജയം എന്ന് പറയുമ്പോ അല്ലാഹുവിനോടുള്ള നമ്മുടെ തൃപ്തി, അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള നമ്മുടെ പോരാട്ടം, അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ SYSMSF നടത്തുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദുവൻ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ ഒരു ആയത്താണത്. എന്താണ് ആ ആയത്തിൽ പറഞ്ഞത്? കേട്ടോളൂ. ആ ആയത്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വസ്സാബിഖൂനൽ അവ്വലൂൻ, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ്. ആരാണ് ആദ്യം കടന്നു വന്നവർ? മുജാഹിദുകളാണോ? അല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ?
അവരാരുമല്ല. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവർ അല്ലാഹു രേഖപ്പെടുത്തുകയാണ്, മിനൽ മുഹാജിരീന വൽ അൻസാർ, മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാറുകളും മുഹാജിറുകളുമായ സ്വഹാബികൾ അവരാണ് ആദ്യമായി ലോകത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ഈ ഉമ്മത്തിൽ. അതിന്റെ ശേഷം അല്ലാഹു പറയുകയാണ്, മാത്രമല്ല വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബികളോട് പിൻപറ്റിയ ആളുകൾ അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നത് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വറളു അൻഹു, അല്ലാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, മാത്രമല്ല വഅഅദ്ദ ലഹും, അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. എന്താണ് അവർക്ക് തയ്യാർ ചെയ്തു വെച്ചത്? അതേ ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ വിശാലമായ പുഴ ഒലിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ. ആ സ്വർഗങ്ങൾ അല്ലാഹു അവർക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. അതൊരു ദിവസത്തിനല്ല, 2 ദിവസത്തിനല്ല, ഖാലിദീന ഫീഹാ അബദാ, ഒരുപാട് കാലം ശാശ്വതമായ ലോകം അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നത് ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഉത്തമ വിജയം. ഈ ഒരു വിജയം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെയുള്ള പ്രവർത്തകർ ഇത്ര കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ്, സ്വർഗത്തിലെത്താൻ പറ്റുന്ന ആ പാർട്ടി ഏതാണ്? അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ദുനിയാവിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ എങ്ങനെ പറയട്ടെ, സുന്നത്തി ജമാഅത്തില്ലാത്ത ഒരു പാർട്ടിക്കാരൻ ഞങ്ങൾ ഇവിടെ വെല്ലുവിളിക്കുകയാണ്, ഏത് ചോദ്യവും ചോദിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനല്ലാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അത് സാധിക്കുമോ? അങ്ങനെ ഒരു ഓഫർ നിങ്ങൾ നൽകിയാൽ അന്ന് നിങ്ങളുടെ ആദർശത്തിന്റെ ഖിയാമത്ത് നാളായിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. സഹോദരങ്ങളെ, പലരും മുഖാമുഖം എന്ന പേരിൽ നടത്താറുണ്ടെങ്കിലും അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു ചോദ്യം ഒരു ചോദ്യം, അല്ലാതെ വന്നാൽ തന്നെ ഒരു ചോദ്യത്തിന് 1.5 മണിക്കൂർ മറുപടി. ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ചോദിക്കാം. രാവിലെ വരെ ഇവിടത്തെ നിയമപാലകർ അനുവദിച്ചാൽ ഈ ജനങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങളെ സംശയങ്ങൾ തീരുന്നത് വരെ ഇൻഷാ അല്ലാഹ് പറയാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റാ, 921 വരെ 1921 വരെ ഈ കേരളത്തിൽ ഒരൊറ്റ മുജാഹിദുമില്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിയുമില്ല, ഒരു ഖാദിയാനിയുമില്ല. ഈ കേരളക്കരയിൽ സുന്നികളായ ആളുകൾ മാത്രമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തെ സംബന്ധിച്ച് നമുക്കറിയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കാലം എന്തൊരു സുന്ദരമായിരുന്നു. ഇവിടെ മുഖാമുഖങ്ങളില്ല, ഇവിടെ സംവാദങ്ങളില്ല, അതിന്റെ ആവശ്യമില്ല. എല്ലാവരും സുന്നികളാകുമ്പോ പിന്നെ സംവാദം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഇല്ലല്ലോ. 921 ശേഷം കേരളത്തിൽ വന്ന വഹാബികൾ, സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ അവരെവിടെ എത്തി? ഇപ്പോൾ അവരെവിടെ? അതാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവരെവിടെ എത്തി? നോക്കൂ നിങ്ങൾ, ഇത് ഇന്നലത്തെ മലയാള മനോരമ പത്രം, സിറാജ് പത്രം മാത്രമേ എഴുതി എന്ന് പറഞ്ഞു നിങ്ങൾ ആരും പറയാം. ഇതിലെന്താ ഉള്ളത്? ഒരു ഞാനതൊന്ന് വായിക്കാം. മുജാഹിദുകൾ എവിടെ എത്തിയെന്ന് ഇന്നലത്തെ മനോരമയിലും അതുപോലെയുള്ള സർവ്വ പത്രത്തിലും നിങ്ങൾക്ക് വായിക്കാൻ. ISM MSM സംസ്ഥാന സമിതി പിരിച്ചുവിട്ടു, ഒരു വലിയ വാർത്ത. എന്നിട്ട് പറയുന്നു, നടപടിക്കു കാരണം മുജാഹിദ് നേതൃത്വവുമായുള്ള ആശയഭിന്നതയെന്ന് സൂചന. എന്നിട്ട് എന്താ പറയുന്ന അറിയൂ? മുജാഹിദുകൾക്കിടയിൽ ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങളാണ് ISM MSM സംസ്ഥാന ഘടകങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ KNM-നെ പ്രേരിപ്പിച്ചതെന്നറിയുന്നു. ജിന്ന് വിവാദത്തിൽ KNM-ന്റെയും പണ്ഡിത സഭയായ ജംഇയ്യത്തുൽ ഉലമയുടെയും നയങ്ങൾക്ക് വിപരീതമായാണ് പോഷക സംഘടനകളുടെ സംസ്ഥാന നേതൃത്വം പ്രവർത്തിച്ചതെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിനു ശേഷം കഴിഞ്ഞ ദിവസം ചേർന്ന പ്രവർത്തക സമിതി പ്രശ്നം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇന്നലെ നടന്ന സംസ്ഥാന സമിതി യോഗമാണ് അന്തിമ തീരുമാനമെടുത്തത്. KNM ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ്
ടി.പി. അബ്ദുള്ള കോയ മദനി അധ്യക്ഷത വഹിച്ചു. KJU സെക്രട്ടറി M. മുഹമ്മദ് മദനി, ട്രഷറർ നൂർ മുഹമ്മദ് നൂരിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? മുജാഹിദിന്റെ യുവാക്കളൊക്കെ ശിർക്കിലേക്ക് പോയത് കൊണ്ട് അവരെ പിരിച്ചുവിട്ടതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി യുവാക്കളും അതുപോലെ തന്നെ ബയസ് എന്ന മുജാഹിദുകളും തമ്മിൽ വലിയ പ്രശ്നമാണ്. കോഴിക്കോട് മുജാഹിദ് ഒരു സമ്മേളനം നടത്തുമ്പോൾ സമ്മേളനത്തിന് പോസ്റ്റർ ഒട്ടിക്കാനും നോട്ടീസ് പതിക്കാനുമൊന്നും യുവാക്കളെ കിട്ടിയില്ല. ഞങ്ങൾ പലപ്പോഴും വാളു കഴിഞ്ഞ് വരുമ്പോ റോഡ് സൈഡുകളിലൊക്കെ വയസ്സായ മുജാഹിദുകൾ കഷ്ടപ്പെട്ട് ബാനർ കെട്ടുന്നത് കാണുമ്പോ നമ്മൾ ചോദിക്കും, മുജാഹിദുകളെ എന്തേ കുട്ടികളെ ഒന്നും കിട്ടിയില്ലേ? അപ്പൊ അവര് പറയുന്ന കുട്ടികളൊക്കെ മുശ്രിക്കായി പോയി ഉസ്താദേ, ഇനി ഞങ്ങളല്ലാതെ ഇതൊന്നും ചെയ്യാനില്ല എന്ന്. ചുരുക്കത്തിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ശക്തി എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ യുവസംഘടനകളാണ്. ഇപ്പോഴങ്ങനെയാണല്ലോ. നമ്മുടെ ഈ സമ്മേളനം നടക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏത് പരിപാടി നടക്കുമ്പോഴും അവിടെ നമ്മുടെ ശക്തിയായി വരുന്നത് SSF-ഉം SYS-ഉമാണ്. എന്താ കാരണം? ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത നേതൃത്വം പറയും, അത് നമ്മൾ അംഗീകരിക്കും. എന്നിട്ട് SSF അത് നടപ്പാക്കും, SYS അത് നടപ്പാക്കും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ കീഴിൽ വളരെ അച്ചടക്കത്തോടെ നമ്മുടെ സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ശിർക്കിലേക്ക് പോയതിന്റെ പേരിൽ വിദ്യാർത്ഥി സംഘടനയെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊരു വഹാബി പ്രസ്ഥാനത്തിന് മാത്രം വന്ന അവസ്ഥയാണ് എന്ന് ആരും മനസ്സിലാക്കണം. അങ്ങനെയുമല്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സഹോദരങ്ങൾ, ഇവിടെ പഴയകാലത്ത് ഒരുപാട് പുത്തൻവാദ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്ത് തന്നെ ആദ്യമായി വന്ന പുത്തൻവാദികൾ ആരാ? ഖവാരിജികളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ഖവാരിജിയിൽപ്പെട്ട ഒരാളെ? എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ മുഅ്തസില വിഭാഗം ഉണ്ടോ? ഇല്ല. അവരൊക്കെ എവിടെ പോയി? ഇവരെക്കാൾ വലിയ ബുദ്ധിരാക്ഷസന്മാരായിരുന്നു അവരുടെ കൂട്ടത്തിൽ. പക്ഷേ അവരെല്ലാം നശിച്ചു പോയി. എന്തേ കാരണം? ഖവാരിജികൾ രംഗത്ത് വന്നപ്പോ അന്നത്തെ വലിയ പണ്ഡിതനായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരോട് വാദപ്രതിവാദം നടത്തി. ഒരൊറ്റ വാദപ്രതിവാദം കൊണ്ട് 10,000 ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ആ പണ്ഡിതന്മാരുടെ മുന്നേറ്റമാണ് അതിന്റെ കാരണം. നോക്കൂ നിങ്ങൾ, മുഅ്തസില രംഗത്ത് വന്നപ്പോ അന്നത്തെ വലിയ പണ്ഡിതനായ മഹാനായ അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു അവരോട് വാദപ്രതിവാദം നടത്തി. ഒരൊറ്റ വാദപ്രതിവാദം കഴിഞ്ഞപ്പോഴേക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് ആളുകൾ ഒഴുകി. മുഅ്തസിലയും നാമാവശേഷമായി ജഹ്മിയാക്കൾ പോയി, ജബരിയാക്കൾ വന്നുപോയി. അതുപോലെ തന്നെ മുജസ്സിമത്ത്, ഒരുപാട് പാർട്ടിക്കാർ ലോകത്ത് അപ്രത്യക്ഷമായെങ്കിൽ പറയട്ടെ, ആ വഴിയിൽ കേരളത്തിലെ മുജാഹിദുകളും ഇന്ന് സക്കറാത്തിന്റെ ഹാലിലാണ്. മുജാഹിദ് ബാലുശ്ശേരി എന്ന അവരുടെ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലേറെ കാലം ഒരു ഭൗതിക പ്രസ്ഥാനത്തിന് ആയുസ്സുണ്ടാകാറില്ല. പരമാവധി ആൾ കണക്കാക്കിയത് ഒരു നൂറ്റാണ്ട്. ഒരു നൂറ്റാണ്ട് വഹാബി പറയുമ്പോൾ അതിനെ കണക്കെത്ര നിങ്ങൾക്ക് അറിയാം അല്ലെ? ഇപ്പൊ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയത്? എത്ര? 82 കൊല്ലം. അതാണ് അവരുടെ ഒരു നൂറ്റാണ്ട്. അപ്പോ ഒരു നൂറ്റാണ്ടിലേറെ കൊല്ലം ഒരു ഭൗതിക പ്രസ്ഥാനത്തിന് ആയുസ്സുണ്ടാവില്ല. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്നും ഓരോരുത്തരെ പുറത്താക്കലാണ് പണി. എല്ലാ ദിവസവും സർക്കുലർ അണികൾ. ഒരു ദിവസം സർക്കുലർ മുജാഹിദ് ബാലുശ്ശേരി എന്ന നമ്മുടെ നേതാവിനെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി അയാളോട് സലാം പറയാൻ പാടില്ല, അയാളെ പരിപാടിക്ക് പോകാൻ പാടില്ല, അയാളെ നമ്മൾ തൊലാക്കി ചൊല്ലി. പിറ്റേ ദിവസം വാർത്ത കാണുന്നു സക്കരിയ സലാഹിയെ പുറത്താക്കി, പിറ്റേ ദിവസം സാജിദ് ഇരങ്ങാടിയെ പുറത്താക്കി. അങ്ങനെ എല്ലാ ദിവസവും പുറത്താക്കലാണ്. ഇപ്പോ മിനിയാന്ന് നിങ്ങൾ കണ്ടില്ലേ ചാവക്കാട് ആരാ പ്രസംഗിച്ചത്? ഹുസൈൻ സലഫി. എന്തിനാണ് അയാൾ പ്രസംഗിച്ചത്? പേരോട് ഉസ്താദിനെതിരെയാണോ? ഞങ്ങൾക്കെതിരെയാണോ? അല്ല, സ്വന്തം നേതാക്കൾക്കെതിരെ. അപ്പൊ നോക്കുമ്പോ ഹുസൈൻ സലഫി മുശ്രിക്കായിട്ടുണ്ട്.
അയാളും സക്കരിയയുടെ കൂടെ ചേർന്നു. ഇപ്പൊ നോക്കുമ്പോ കൂടുതൽ ആളുകൾ പുറത്താണുള്ളത്. അതാണ് അവസ്ഥ. 8ാം സംസ്ഥാന സമ്മേളനം നടത്തിയല്ലോ മുജാഹിദുകൾ. അതിന്റെ പ്രോഗ്രാം നോട്ടീസ് ഞങ്ങൾ പരിശോധിച്ചു. 7ാം സമ്മേളനത്തിലെ പ്രധാന പ്രഭാഷകരായ 52ഓളം ആളുകൾ ആ പുതിയ സമ്മേളനത്തിൽ നിന്ന് ഔട്ടായി, പുറത്തായി. അവരൊക്കെ മുശ്രിക്കായി പുറത്തായി എന്നാ പറയുന്നത്. എന്നും പുറത്താക്കൽ പണി. മുജാഹിദ് ബാലുശ്ശേരിയെ തന്നെ ഒന്ന് കൊണ്ടുവരും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഞാൻ പറയുന്നത് എവിടെ എത്തി ഈ വിഭാഗം എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഇയാളെ പേരെന്നെ മുജാഹിദ് ബാലുശ്ശേരി. നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അയാളെ പുറത്താക്കിയതിന്റെ നേരെ പിറ്റേന്ന് അയാൾ ഗൾഫിൽ നിന്ന് വന്ന് ഉടനെ നടത്തിയ പ്രസംഗം. ആ പ്രസംഗത്തിൽ അയാൾ പറയുന്ന പോയിന്റ് എന്താ അറിയും? ഞാൻ ഇന്ന് കുറച്ചേ പ്രസംഗിക്കൂ, ബാക്കിയെല്ലാം മൗലവിമാരാണ്. കാരണം നമുക്കിപ്പോ കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം ഇവർ പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാഴ്ച. അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും ഓരോരുത്തർ പുറത്താക്കലാണ്. എന്നാ പിന്നെ ഈ പ്രസ്ഥാനം തന്നെ മൊത്തത്തിൽ അങ്ങ് പിരിച്ചുവിട്ടുകൂടെ? അതല്ലേ നല്ലത്? ഇങ്ങനെ ഓരോ ആളുകളെ പിരിച്ചുവിടുന്നതിനേക്കാൾ നല്ലത് ഇത് മൊത്തത്തിൽ പിരിച്ചുവിട്ടുകൂടെ എന്ന് അയാളൊരു മാന്യമായ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. നല്ല അഭിപ്രായമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഒരുപാട് മുസ്ലിമീങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. ഏതായാലും മുജാഹിദ് ബാലുശ്ശേരി അതൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി വിശദീകരണത്തിലേക്ക് വരാം. KNM ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറി അവർക്ക് 2-3 സർക്കുലർ ഒന്ന്. MGM ജില്ലാ മണ്ഡലം ശാഖാ സെക്രട്ടറിമാർക്ക്, KNM-ന്റെ ആളുകൾക്ക്, MS ഓരോരുത്തർ അയച്ചു. മാന്യരെ അസ്സലാമു അലൈക്കും. KK സക്കരിയ സ്വലാഹി നമ്മുടെ ആദർശത്തിനും സംഘടനാ അച്ചടക്കത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ 22/8/2012 ചേർന്ന KNM ഭരണസമിതി അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്ത വിവരം സർക്കിൾ മുഖേന അറിയിച്ചതാണല്ലോ. എന്നാൽ അദ്ദേഹം നമ്മുടെ ആദർശത്തിനും നേതൃത്വത്തിനും സംഘടനയ്ക്കുമെതിരിൽ നാടുനീളം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അത്തരം ആദർശ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഒരു മുജാഹിദ് പ്രവർത്തകനും സഹകരിക്കാൻ പാടില്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പ്രവർത്തകർ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ വിവരം കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ആദർശ പ്രബോധന രംഗത്ത് ആത്മാർത്ഥമായും ശക്തമായും അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കമ്മിറ്റി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സർക്കുലർ ഇത് എന്തിനറിയോ? പുറത്താക്കാൻ വേണ്ടി. എന്തിനാ KNM പുറത്താക്കാൻ? എന്തിനാ KNM പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ? എന്തിനാ KNM കോളേജിൽ നിന്ന് പുറത്താക്കാൻ? എന്തിനാ KNM വിദ്യാർത്ഥിയെ പിരിച്ചുവിടാൻ? എന്തിനാ KNM ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ? അക്കൗണ്ടന്റ് ആയിട്ട് പിരിച്ചുവിടാൻ? അങ്ങനെ പിരിച്ചുവിടൽ അങ്ങ് പിരിച്ചുവിടാൻ വേണ്ടി ഒരു സംഘടന, അതിന് സംഘടന ഉണ്ടോ? അങ്ങ് പിരിഞ്ഞാ പോരെ? ഏയ്, പിരിച്ചുവിടാൻ മാത്രം ഒരു സംഘടന ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് അതിന് വലിയ നേതാക്കന്മാർ വേണം. അതിന് ഒരുങ്ങി പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ആളെ പിരിച്ചുവിടാൻ ഞങ്ങളിതാ മൊത്തം പിരിച്ചുവിട്ടിരിക്കുന്നു. ഒറ്റ പത്ര കട്ടി, ലോകം മുഴുവൻ സെക്കൻഡ് കൊടുത്തി, ഒറ്റ പ്രഖ്യാപനം. ഇതിനേക്കാൾ നല്ലതല്ലേ? ഇതിനേക്കാൾ നല്ലതാ മൊത്തത്തിലൊരു പ്രസ്താവന, ഞങ്ങളത് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്നാ കുറെ മുസ്ലിമീങ്ങൾ നരകത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. സഹോദരന്മാരെ, അവിടെ എത്തി ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന് ഇത് പറയേണ്ടി വന്നു. അതാണ് ഇതിന്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഞാൻ പറയുന്നത് വളരെ കൃത്യമായ വിഷയം നിങ്ങൾ ഉൾക്കൊള്ളണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോടും വ്യക്തിപരമായ വൈരാഗ്യമില്ല, ആരോടും സങ്കടമില്ല. അതേ സമയത്ത് മുസ്ലിം ലോകത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന കേരളത്തിലെ വഹാബികൾ ഒടുവിൽ അവർ തന്നെ പരസ്പരം പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണിപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പുതിയ കാഴ്ച. മാത്രമല്ല, മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഒരു വാക്കുകൂടി അതിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പുറത്താക്കുകയാണല്ലോ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. ബാലുശ്ശേരി അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്നെ പോലെയുള്ള ആളുകളെ ക്രൂരമായി പുറത്താക്കിയതാണ്. പുറത്താക്കിയെന്ന് മാത്രമല്ല, വളരെ മോശമായ രൂപത്തിലാണ് പുറത്താക്കിയത്. എന്നിട്ട് അയാൾ പറഞ്ഞ ഉദാഹരണ സഹിതമാണ് ബാലുശ്ശേരി അത് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഞാനിത് നിങ്ങളെ കേൾപ്പിക്കുന്നതിന്റെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തിനെതിരിൽ വന്ന ഒരു പ്രസ്ഥാനം എവിടെ എത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കൂടി കേട്ടോളൂ. അതിൽ അയാൾ പറയുന്നത്, നമ്മുടെ ഈ അടുത്തൊരു ചങ്ങാതിയെ തൂക്കിക്കൊന്നല്ലോ, അജ്മൽ കസബ്.
ബാലുശ്ശേരി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, കസബിനെ തൂക്കിക്കൊന്നപ്പോ അയാളോട് ചോദിച്ചത്രേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് അന്ത്യാഭിലാഷമായി വല്ലതുമുണ്ടോ, അവസാനത്തെ ആഗ്രഹമായിട്ട്. ഇയാൾ പറയുന്നത്, അതുപോലും ചോദിക്കാതെയാണ് എന്നെ പുറത്താക്കിയത്. കസബിനോട് കാണിച്ച ഒരു മാന്യത പോലും എന്റെ നേതൃത്വം എന്നോട് കാണിച്ചില്ല എന്നാണ് ബാലുശ്ശേരിയുടെ പരാതി. അതുകൂടി നിങ്ങളൊന്ന് കണ്ടു. എന്തെന്ത് കൂക്കുവിളികളാണ്, എന്തെന്ത് കല്ലേറുകളാണ്, എന്തെന്ത് പരിഹാസങ്ങളാണ്. മുമ്പ് നമ്മൾ സലാം പറഞ്ഞിരുന്നവർ, ഒരേ വിശ്വാസം കൊണ്ട് നടന്നവർ, ഒരേ ആചാരം കൊണ്ട് നടന്നവർ നമ്മളെ ഇപ്പൊ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവരോട് സലാം പറയുമ്പോ കൈവലിക്കുകയാണ്, മുഖത്ത് നോക്കുന്നില്ല, നമ്മളോട് പുഞ്ചിരിക്കുന്നില്ല. ഒരാളിനോട് ഈരാറ്റുപേട്ട പോയപ്പോ പറഞ്ഞത്, കാന്തപുരത്തിന്റെ മുഖത്തേക്ക് ഒരു മുവഹിദ് നോക്കുമോ അതുപോലെയാണ് നിങ്ങൾ എനിക്ക്. ആരായത് പറയുന്നത്? ഞാൻ രോഗിയായി മെൻസിൽ കിടന്നപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോലും പാപമാണ്. അപ്പോ അത് അയാളുടെ അവസ്ഥ വിശദീകരിച്ചതാണ്. അവര് പണ്ട് സലാം ചൊല്ലുന്ന ആളുകൾ മടക്കാറില്ല. എന്തിനധികം അയാളെ കെട്ടിപ്പിടിച്ച ആളുകൾ പോലും ഇപ്പോൾ ശത്രുക്കളായി മാറി. ഒരു പ്രസ്ഥാനത്തിന്റെ നേരെ മറിച്ച് ഈ സംഘടനയെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഞങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഒറ്റ ദിവസം പോലും ഒരുപക്ഷെ ഒഴിയാതെ. അപ്പൊ സ്വാഭാവികമായ അബദ്ധങ്ങളുടെ എന്ത് വേണം? വിളിച്ചു വരുത്തണം, പറയണം. ഉണ്ടായിട്ടേ അല്ല. പുറത്താക്കുന്ന ആക്കി 4 തവണ ഉണ്ടായി. ആ 4 അവിടെ അതായതിനു ശേഷം പറയാ, സിട്ടിച്ചതിന് ശേഷം. അജ്മൽ കസബിനെ തൂക്കിക്കൊന്നിട്ടുണ്ടോ? എനിക്ക് എന്താ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കല്. അജ്മൽ കസബിനെ തൂക്കിക്കൊല്ലുമ്പോ പോലും അമുസ്ലിങ്ങളാൽ നയിക്കപ്പെടുന്ന ഭരണകൂടത്തിൽ അവർ ചോദിച്ചു, ചങ്ങായി മോനെ അന്നെ കൊല്ലാൻ പോകും, എനിക്ക് എന്തെങ്കിലും ആഗ്രഹം? അങ്ങനെങ്കിലും ഒരു അവകാശം. നിന്നെ പുറത്താക്കാൻ പോകാൻ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? കണ്ണൂരിലെ ചില പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ പരാതി എന്റെ പേരിൽ തന്ന എല്ലാ കത്തിലുള്ളതെന്നറിയോ? ഇന്ന നാട്ടിലെ ചില പ്രവർത്തകർ, ഇനി അതിന്റെ സ്ഥിതി അറിയോ നിങ്ങൾക്ക്? ഞങ്ങൾക്കെതിരെ കത്തുണ്ടാക്കിക്ക, സ്റ്റേറ്റിൽ നിന്ന് ഒരു നേതാവ് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന ആളുകളെ പറ്റി മോശമാക്കിയിട്ടുള്ള കത്തുകൾ നിങ്ങൾ ഇവിടേക്ക് അയക്കണം, ഫോൺ വിളിക്കണം, ടിപിക്ക് ഏൽപ്പിക്കുന്ന ഒരു സ്വസ്ഥത കൊടുക്കരുത്. ഇന്നാൾ ഇവിടെ വന്ന് ഇന്ന് പ്രസംഗിച്ചു, ഇന്നാൾ ഇവിടെ വന്ന് ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ആകെ ഇവിടെ പ്രശ്നമാണ്, തല്ലുണ്ടായി എന്നൊക്കെ നിങ്ങൾ പറയണം. അങ്ങനെ കിട്ടിയ കത്തുകൾ, അതില് ഞാനൊരു വ്യക്തിയോട് ഫോണിൽ സംസാരിച്ചത്, എനിക്കെതിരെ 2 കത്താ വന്ന്. എന്നിട്ട് എന്നോട് പറയുന്നത്, സ്റ്റേറ്റ് കമ്മിറ്റിയിലെ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ട് എഴുതിയല്ലേ. അപ്പൊ മനസ്സിലായി, അച്ഛൻ പത്തായത്തിലും കൂടിയില്ല, അച്ഛൻ പത്തായത്തിലും കൂടിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ആലോചിക്കണം. ഞാൻ അവരോട് ചോദിച്ചു, ഇസ്ലാമിന്റെ രീതി ഇതാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ കേട്ടോളി, എവിടെയാണ് ഞങ്ങൾ വിയോജിക്കുന്നത്? പിന്നെ സമസ്തക്കാരെ പോലെ എന്താ പറഞ്ഞേ? നീതി എന്ന ഒരു സാധനം ആ പ്രസ്ഥാനത്തിലില്ല. അതുകൊണ്ടാണ് ഈ കോലത്തിലേക്ക് ആ പ്രസ്ഥാനം വഴിമാറിയത്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി നമ്മളൊരു അന്വേഷണം നടത്തുകയാണ്. എന്തുകൊണ്ടാണ് വഹാബികൾക്ക് അല്ലെങ്കിൽ മുജാഹിദുകൾക്ക് ഇത്ര വലിയൊരു അപകടം വന്നുപെട്ടത്? എന്താണ് അവർക്ക് പറ്റിയ അബദ്ധം? നിങ്ങളൊരു അല്പസമയം നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. പല മുജാഹിദുകളും സത്യത്തിൽ മുജാഹിദായത് സ്വർഗത്തിലെത്താൻ വേണ്ടി തന്നെയാവാം. എന്ന് പറഞ്ഞാൽ മുജാഹിദാകുമ്പോ അവരെ മനസ്സിലുള്ളത് മുജാഹിദായ സ്വർഗം കിട്ടുന്നതാണ്. പിന്നെ തെറ്റിദ്ധാരണയാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നവർ ധാരാളമാണ്, ഒരുപാട് ആളുകൾ. നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 100ഓളം ആളുകളല്ലേ ഈ അടുത്ത് പോകുന്നത്. അൽഹംദുലില്ലാഹ്, പഴയ കാലത്ത് ഞങ്ങൾക്ക് കുറെ വഹാബികൾ ഫോൺ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഫോൺ വലിയ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ എറണാകുളം ജില്ലയിൽ പ്രസംഗിച്ചാൽ ചിലപ്പോ വഹാബികളൊക്കെ വിളിച്ച് എന്തിനാണോ ഇങ്ങോട്ട് വന്നത്, എന്തിനാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ വളരെ മാന്യമായി ചിലപ്പോ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ഞങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, അതെന്താ നിങ്ങളൊന്ന് പറഞ്ഞു തരണം, ഇവർക്ക് എന്നെ പിടുത്തം കിട്ടിയിട്ടില്ല, എന്താണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ആരും ബേജാറാകണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നതിന്റെ ലക്ഷ്യം അത് പരലോകമാണ്. ഞങ്ങൾ പറയാത്തത് കൊണ്ട് നിങ്ങൾ ആരും മുജാഹിദായി മരിക്കാൻ പാടില്ല. മനസ്സിലായോ?
പരലോകത്തെത്തുമ്പോ അള്ളാഹുവിന്റെ ചോദ്യം, ഈ സത്യം നിങ്ങൾക്കറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് അള്ളാഹു ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളെ കഴിവ് ഉപയോഗിച്ച്, ഞങ്ങളുടെ പ്രവർത്തകരുടെ അധ്വാനം ഉപയോഗിച്ച്, ഞങ്ങൾക്ക് ഞങ്ങളെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്ത് ഞങ്ങളിതാ പകൽ വെളിച്ചം പോലെ സുതാര്യമായ ഇടപെടലുകൾക്ക് അവസരം നൽകിയിട്ട് ഞങ്ങൾ പറയുന്നു, സ്വീകരിക്കാം പരലോകത്ത് ഓർത്ത്. എന്താണ് വഹാബികൾ ഈ ഒരു ഗതിയിലേക്ക് എത്തിപ്പെട്ടത്? എന്താണ് മുജാഹിദുകൾക്കുള്ള കുഴപ്പം? അതിലേക്കാണ് ഞാൻ വരുന്നത്. സഹോദരങ്ങളെ, ഒരാളെ നമ്മളോട് ചോദിക്കും, ഉസ്താദേ ഈ മുജാഹിദുകൾക്കുള്ള പ്രശ്നം എന്താ? എന്റെ ഒന്നാമത്തെ മറുപടി എന്തായിരിക്കും അറിയൂ? ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കി മുശ്രിക്കാക്കി എന്നതാണ് മുജാഹിദുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അത് മുജാഹിദുകൾക്ക് മാത്രമല്ല, ഖവാരിജികൾക്കും പറ്റിയത് അബദ്ധമാണ്. എല്ലാവർക്കും പറ്റിയത് അബദ്ധം തന്നെയാണ്. ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കി മുശ്രിക്കാക്കി. എന്റെ ഉദാഹരണങ്ങൾ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം. എത്രയോ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരമായി ഞാൻ കൊണ്ടുവരും. ഇനി ഞാൻ പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്? എന്തിനാണ് നമ്മളെ മുശ്രിക്കാക്കിയത്? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവര് പറയും, ഉസ്താദേ നിങ്ങൾ മുശ്രിക്കാണെന്ന് പറയാനുള്ള കാരണം, കേരളത്തിലെ സുന്നികൾ മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ബദരീങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, നിങ്ങളെ തൗഹീദ് ശരിയല്ല. ഇതല്ലേ നമുക്കെതിരെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അപ്പോഴതാ ഒരു സുന്നി വിളിച്ചു പറഞ്ഞു, ബദരീങ്ങളെ അല്ലെങ്കിൽ മുഹയ്യദ്ദീൻ ശൈഖയെ കാക്കണേ. അപ്പൊ ഇവർ പറയും, ഉസ്താദേ അത് ശിർക്കാട്ടോ. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മാസമായാൽ നിങ്ങൾ പറയാൻ തുടങ്ങും, എന്താ നിങ്ങൾ പറയാ? ഇർതകബ്തു വലൽ ഖതാ ഗൈറ ഹസിരിൻ വാദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇതാണ് ഉസ്താദേ നമുക്ക് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. നിങ്ങൾ എല്ലാവരും നല്ല മനസ്സോടെ ഒരല്പസമയം ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ആരോപണം പറഞ്ഞത് സത്യമായിരുന്നോ? ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ എവിടെ എത്തി? ഇതാണ് ഞാൻ ആദ്യമായി നടത്തുന്ന ഒരു അന്വേഷണം. നിങ്ങൾക്കൊക്കെ എന്റെ കൂടെ ഈ പരിപാടി ഓരോ സെക്കൻഡിലും ഇത് വീക്ഷിക്കുന്ന എല്ലാവരോടും, ക്ലാസ് റൂമിലൂടെയും ഏതൊക്കെ ഭാഗങ്ങളിലൂടെ ഇത് വീക്ഷിക്കുന്നുണ്ടോ എല്ലാവരോടും ഞാൻ നിങ്ങളെ ശ്രദ്ധ സ്ക്രീനിലേക്ക് ക്ഷണിക്കുന്നു. മുജാഹിദ് ബാലുശ്ശേരിയാണ് പ്രഭാഷകൻ. അദ്ദേഹം നമുക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആരോപണത്തിന്റെ കാതൽ എന്റെ ഒരു പ്രസംഗമാണ്. ബാംഗ്ലൂരിൽ ഒരു മുഖാമുഖം നടത്തിയപ്പോ ഒരു സഹോദരൻ ചോദിച്ചു, ഒരാൾ ആക്സിഡന്റിൽ പെട്ടുപോയാൽ ബദരീങ്ങളെ വിളിക്കാൻ പറ്റുമോ? ഞാൻ അതിന്റെ മറുപടിയും പറയും. ആ മറുപടിയും ചോദ്യവും ക്ലിപ്പിട്ടുകൊണ്ട് അയാൾ കാണിക്കുന്നുണ്ട്. എന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കും. അപ്പോ ആ വിഷയം പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ സദസ്സിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവിടെ പങ്കെടുത്ത ഓരോ സഹോദരനും പറയാൻ കഴിയും, ബദരീങ്ങളെ വിളിക്കുന്നതും മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതും ഇസ്ലാം അനുവദിച്ചതാണെന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് പറയിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാളെ ആക്സിഡന്റ് പറ്റി, ആ ആക്സിഡന്റ് പറ്റിയ വ്യക്തി ആ സമയത്ത് മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ പറഞ്ഞു, ഓനെ കാമിലായ ഈമാൻ കിട്ടി മരിക്കുവോ എന്ന് ചോദിച്ചിട്ട് അഹ്സനി പറയാണ്, കിട്ടും, മൊയ്തീൻ ശൈഖ് ഹാജരാകും, എന്നിട്ട് ഓന് ഷാത്തിയൽമ ചെല്ലാൻ മൊയ്തീൻ ശൈഖ് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്ന ശിർക്ക് അതിവിടെ കുടുംബിരിക്കൊള്ളുന്നു. നമ്മളാണ് ഈ തൗഹീദ് മനുഷ്യരെ പഠിപ്പിക്കാനുള്ളത്. നമ്മുടെ എനർജി വെറുതെ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ വാദവും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ആ ക്ലിപ്പിക്കൊന്ന് കേട്ടു നോക്കൂ. എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക്, ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു, അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീഖ് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും ആ അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്.
ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു. ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ്. ഞാൻ പറയുന്നു മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരഹ്സനെയാണ്. പടച്ചോനായ ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ വശം മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് വലിയ ഒരു പ്രശ്നമായി എല്ലാ സ്ഥലത്തും കൊണ്ടു നടന്നു. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് കേട്ടപ്പോൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടെന്നാണോ നമ്മൾ പറഞ്ഞത്? അല്ലല്ലോ. മുഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തടസ്സമല്ല. അതല്ലേ നമ്മൾ പറഞ്ഞത്? എന്നിട്ട് ഈ കേരളത്തിൽ പാവപ്പെട്ട മുജാഹിദുകളോട് പറയാണ്, മുജാഹിദിൽ പെട്ടുപോയ അണികൾ പാവങ്ങളാണ്, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നമുക്ക് സാധാരണമാണ് അവരെ കാണുമ്പോൾ. ഒരു വഹാബിയെ കാണുമ്പോൾ പഠിച്ചവനെ ഈ സാധുതിൽ പെട്ടുപോയല്ലോ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്തും ഒരാൾ മുജാഹിദായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെപ്പോലെ ഭാഗ്യം കെട്ട മനുഷ്യൻ വേറുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഇവർ പറയാണ്, കണ്ടോ ഇവിടെ മുസ്ലിയാക്കന്മാര് പ്രസംഗിക്കുന്നത് മരണസമയത്ത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ മതി എന്നാണ്. അത് അംഗീകരിക്കാൻ മുസ്ലിമായ മനുഷ്യ എനിക്ക് കഴിയുമെന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് പറഞ്ഞത് എന്ന് ആ മുഖാമുഖത്തിന്റെ ബാക്കി ഭാഗം നിങ്ങൾ കേട്ടോ. അപ്പോ നിങ്ങൾക്കത് ക്ലിയർ ആവും. ബാലുശ്ശേരി കാണിച്ച ഭാഗത്തിന്റെ അടുത്ത ഭാഗം ഞാൻ ആ ഉത്തരം പറഞ്ഞ ഉടനെ ഒരു സഹോദരൻ എഴുന്നേറ്റു, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നു. അതിനോടുള്ള നമ്മുടെ പ്രതികരണം ബാംഗ്ലൂർ മുഖാമുഖത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ക്ലിയർ ആകും. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ച മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എൻ്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വറയലും വന്ന് ഏകദേശം സക്രാത്തിന്റെ സമയത്ത് ബദരീങ്ങളെന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളെന്ന് വിളിച്ച് വിറച്ചിട്ട് പൊന്തി ബദരീങ്ങളെന്ന് വിളിച്ചങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് എന്റെ മരിച്ചു. ഇതിന്റെ വിധി എന്താണ് സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ പറഞ്ഞതിന് ഒരു അനുഭവം വിവരിച്ച എന്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്, ബദരീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ. നോക്കൂ നിങ്ങൾ, എത്ര ക്ലിയർ ആണ് ആ വിഷയം. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായില്ലേ? എന്താണത്? ബദരീങ്ങളെ വിളിച്ചപ്പോൾ അയാൾ മുശ്രിക്കും കാഫിറും ആയിട്ടില്ല. അങ്ങനെ ആയാ പിന്നെ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ പറ്റും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചു എന്നല്ല, ഇത് അനുഭവമാണല്ലോ. അനുഭവം പിന്നെ പിൻവലിക്കാൻ പറ്റൂല. അത് അനുഭവം പിൻവലിച്ച ഒരാളെ ലോകത്തുള്ളൂ, ശംസുദ്ദീൻ പാലത്ത് പോലും. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അപ്പോൾ ഇതാണ് കേരളക്കരയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാവപ്പെട്ട നമുക്കെതിരെ പറഞ്ഞവരാരോപണം. ആക്സിഡന്റിന്റെ സമയങ്ങളിൽ
വിപൽഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും വിളിച്ചു തേടാമെന്ന വാദം സുന്നികൾക്കുണ്ട് എന്നാണ് ഇവിടെ ഈ സാധാരണക്കാരായ ആളുകളോട് ഇവര് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അത് പ്രാർത്ഥനയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ മുശ്രിക്കാണെന്ന് പറഞ്ഞു. അതിന്റെ യഥാർത്ഥ സ്ഥിതി എന്തെന്ന് ഞാൻ പറയാൻ പോകും. എങ്കിൽ രണ്ടാമത്തെ ആരോപണത്തിലേക്ക് വരട്ടെ. ബാലുശ്ശേരിയെ തന്നെ കൊണ്ടുപോകാം. അയാളാണല്ലോ ഇപ്പത്തെ താരം. ഞാൻ അതുകൊണ്ടാണ് അയാളെ തന്നെ പ്രത്യേകം, അയാൾ പടുത്തുപടം ഒന്ന് പോയ ആളുമാണ്. നിങ്ങൾ നോക്കി ഇനി അയാളൊന്ന് ഇർത്തക്കബത്ത് ചെല്ലാൻ പോവാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇർത്തക്കബത്ത് അൽ ഖത്താ എന്നുള്ള ബൈത്ത് നമ്മൾ പാടിയല്ലോ നേരത്തെ. ഇനി ബാലുശ്ശേരിയുടെ വക ഒന്ന് പാടാൻ പോവാണ്. പാടുമ്പോ എന്താ സ്വാഭാവികമായും മഖ്റജുകളൊക്കെ തെറ്റായിരിക്കും. നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്തോളൂ. കാരണം അയാള് മദ്രസയിൽ പഠിച്ച്, നമ്മളെ സുന്നി വിദ്യാഭ്യാസ കൊണ്ട് മദ്രസയിൽ പഠിച്ച ആളൊന്നുമല്ല. അയാൾ ഏതൊരു കോറിയിൽ പണിയെടുക്കുന്നതിന്റെ ഇടക്ക് കയറി വന്ന ഒരാളാണ്. സ്വാഭാവികമായും മഖ്റജുകളൊക്കെ തെറ്റുണ്ടാവും. അത് നമുക്ക് വിട്ടുകൊടുക്കാം. അയാൾ പാടട്ടെ. എന്നിട്ട് അവസാനം അയാൾ പറയുന്ന ഒരു വാക്കുകൂടിയുണ്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. എന്നിട്ട് ആ പ്രസംഗം കൂടി ഒന്ന് കേൾക്കും. ഇർതഖബത്തുലൂടെ ചെല്ലുന്നത് ഇതാണല്ലോ. ഇർതഖബത്തു അലൽ ഖത്താ ഗൈറ ഹസിരി വഹദത് ലകാഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതിന് ഏത് ഖുർആനിക വചനാ തെളിവ്? അപ്പൊ പറയും വലു അന്നഹും. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സഖാഫി ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല ഖുർആൻ. സത്യ. സുബ്ഹാനല്ലാഹ്. വലു അന്നഹും തുടങ്ങുന്ന 4 ആയത്തെങ്കിലും ഇല്ലേ ഖുർആനിൽ? നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഇവരിങ്ങനെ വലിയ വാഴ്ന്നു പറയും. സാധാരണക്കാരായ എന്റെ പ്രവർത്തകരെ, എന്റെ കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു സന്ദർഭമാണ്. വിശുദ്ധ ഖുർആനിൽ വലുവന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്തില്ല എന്ന് ബാലുശ്ശേരി പ്രസംഗിച്ചിട്ട് കൊല്ലങ്ങളായി. ഞങ്ങൾ അന്ന് തന്നെ ഈ പ്രസംഗം ജനങ്ങളോട് കേൾപ്പിച്ചിരുന്നു. ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഇയാളെ നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ? ഇത് എറണാകുളം ജില്ലക്കാരൻ അനസ് മൗലവിയാണ്, അഹമ്മദ് അനസ് മൗലവി. ഈ മനുഷ്യൻ ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ, അന്ന് ഞാൻ ബാലുശ്ശേരിയുടെ ഈ ക്ലിപ്പിട്ട് പ്രസംഗിച്ചപ്പോ ഈ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വന്ന് അന്ന് അയാൾ ന്യായീകരിച്ചു അതിനെ. അന്ന് ബാലുശ്ശേരിയും അനസ് മൗലവിയും കൂട്ടുകാരായിരുന്നപ്പോൾ അന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിനെ ന്യായീകരിച്ചു ഈ മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം വലുവന്നഹും എന്ന് പറഞ്ഞ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടു മറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇന്നെന്തായി നിങ്ങൾക്ക്? ബാലുശ്ശേരി വേറൊരു ഗ്രൂപ്പിലും അനസ് മൗലവി വേറെ ഗ്രൂപ്പിലുമായി. അപ്പോൾ പുതിയ പ്രസംഗം നിങ്ങൾ കേട്ടോ. ഇപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി ഖുർആനിൽ കൃത്രിമം നടത്തിയ ആളാണ്. തെളിവെന്താ? വലവന്നഹും എന്ന ആയത്ത് ഖുർആനിലില്ല എന്ന് പറഞ്ഞ ആളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. നേരത്തെ പാവപ്പെട്ട ഞങ്ങളിത് പ്രസംഗിച്ചപ്പോ ഞങ്ങളെ കളിയാക്കി. ബാലുശ്ശേരി പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു. മാത്രമല്ല ക്ലിപ്പ് കട്ടുമുറിച്ചതാണെന്ന് വരെ പ്രഖ്യാപനം നടത്തി. അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു യാ അല്ലാഹ്. കൊല്ലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട ഞങ്ങൾ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അല്ലാഹുവേ ഇവരുടെ നാവ് കൊണ്ട് തന്നെ ഈ കൈരളിക്കത് കേൾക്കാൻ കഴിഞ്ഞല്ലോ. അത് പറയിപ്പിച്ച റബ്ബേ 1000 സ്തുതികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കുകയാണ്. അനസ് മൗലവിയുടെ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ അയാൾ ബാലുശ്ശേരിയെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടോളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ ഒരു പരാമർശം. അപ്പൊ പറയും വലു അന്നഹും. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ഇല്ല. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സഖാഫി. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ
ഒരായത്തില്ല സത്യ വലു അന്നുഹു തുടങ്ങുന്ന ഒരായത്തില്ല. കണ്ടോ, 4 ആയത്തുണ്ട് ഖുർആനിൽ. ഒരായത്തല്ല 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാഹിന്റെ പേരിൽ ഇതാ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം, അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത്, വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, സൂറത്ത് ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത്, വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ എന്താ തോന്നുക, ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫൊക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയില്ല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേഴ്സറി പണി നടത്തല ഇടക്കിടക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ. ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ നല്ല 4 ആയത്തുണ്ടായിട്ട് ഒരൊറ്റ ആയത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴല്ലേ അത് പുറത്തു വന്നത്. അപ്പൊ അനസ് മൗലവി നിങ്ങൾ എന്തിനാ പണ്ടതിനെ ന്യായീകരിച്ചത്? ഗ്രൂപ്പിന് വേണ്ടി എന്തും ചെയ്യും, ഗ്രൂപ്പിന് വേണ്ടി എന്ത് പക്ഷപാതിത്വവും ചെയ്യാമെന്നാണോ? പരലോകത്തെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അള്ളാഹുവിന്റെ പരലോകം വരാനില്ലേ? അവിടെ നാവുകൾക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ അവിടെ സംസാരിക്കുന്നത് കൈകാലികളാണ്. മാത്രമല്ല, നീ സംസാരിച്ചതും നീ പറഞ്ഞതും നിന്റെ കൈകളിലേക്ക് നൽകപ്പെടും. നിന്റെ കിതാബ് ഏതാ? നിന്റെ കിതാബ് നീ പ്രായപൂർത്തിയായത് മുതൽ നിന്റെ മരണം വരെ പറഞ്ഞ കാര്യങ്ങൾ, മരണം വരെ ചെയ്ത കാര്യങ്ങൾ മോനെ നീ തന്നെ വായിക്കൂ എന്ന് പറയുന്നവര് കാലം വരാനില്ലേ? മഹ്ശറയെ പേടിക്കണ്ടേ? തോന്നിവാസം പറയാൻ പറ്റുമോ? സഹോദരങ്ങളെ, അപ്പൊ 2 പ്രസംഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. എന്താണ് ഇത്? സാധാരണ ഇവിടെ ഇവർ പറയുന്ന ഒരു ആരോപണമാണ്. ഞാൻ ആ ആരോപണം കൊണ്ടാണ് പലരും മുജാഹിദ് ആകുന്നതെന്ന്. ഏത്? ഇർത്തഖബത്ത് ചൊല്ലുന്നു, അതുപോലെ തന്നെ ബദരീങ്ങളെ വിളിക്കുന്നു, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്താണത് ശ്രദ്ധിക്കാത്തത്? ഇതാണ് പലപ്പോഴും മുജാഹിദുകൾ ഇവിടെ പറഞ്ഞു വരുന്ന ആരോപണം. ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ആരോപണം നമ്മുടെ പേരിൽ പറയേണ്ടി വന്നത്? അത് ഞാനൊരു അന്വേഷണത്തിന് വിധേയമാക്കുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. ഞാനത് ക്ലിയറായി പറയാം. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം ഒരു തെറ്റിദ്ധാരണയിൽ വന്നുപെട്ടത്? കൊണ്ടുവരും ഉമർ മൗലവിയെ. ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ ഞാൻ രേഖകൾ സഹിതം ഉമർ മൗലവി അടക്കമുള്ളവരുടെ പ്രഭാഷണങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അത് പറയാനുള്ള കാരണം ഇത് കൃത്യമായി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അവിടെ ചെന്ന് നമ്മൾ കൈകടിച്ചത് കൊണ്ടാവില്ല. നോക്കൂ, നിങ്ങൾ ഉമർ മൗലവിയാകുന്ന മുജാഹിദ് നേതാവിനെ ഒന്ന് കണ്ടോളൂ. ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ മനസ്സിലാക്കിക്കോ. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്ന ആളാണ്. കണ്ടിട്ട് ബർക്കത്തൊന്നും കിട്ടാനില്ല. അയാളുടെ വേഷം നിങ്ങൾ ശ്രദ്ധിച്ചു. ഒരു തൊപ്പി, പിന്നെ ഒരു തട്ടം. ഇപ്പൊ തട്ടവുമില്ല, തൊപ്പിയില്ല, ഇപ്പൊ തലയുമില്ല. ആ കോലത്തിലാണ് മുജാഹിദുകളുള്ളത്. അതിങ്ങനെ കാലാന്തരത്തിൽ അവർ മാറ്റമുണ്ടാകും. അത് വേറെ ഒരു കാര്യം. ഈ ഉമർ മൗലവി അയാൾ പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അത് പ്രധാനമാണെന്ന് പറയാൻ കാരണം ആ ഒരു പ്രയോഗം ഇയാൾ നടത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട നമ്മൾ മുശ്രിക്കാണെന്ന് ഇവർക്ക് പറയേണ്ടി വന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ടൗണിലൂടെ, നമ്മുടെ അങ്ങാടിയിലൂടെ ഒരാൾ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ.
നമ്മുടെ അങ്ങാടിയിലൂടെ ഒരാളിങ്ങനെ നടക്കുന്നു. അയാൾ ഓരോ ഹോട്ടലിലും കയറുന്നു. അയാൾ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ചായ കുടിക്കുന്നവനോടൊരു പ്രസംഗം. സഹോദര, കള്ള് കുടിക്കാൻ പാടില്ലെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്താണ് ഈ കുടി? ചായ കുടിക്കുന്നവനോട്. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പോയി കൂൾബാറിൽ കയറി. ഇവിടെ ഒരാൾ ആപ്പിൾ ജ്യൂസ് കഴിക്കുന്നു. അപ്പൊ അവനോടൊരു പ്രസംഗം. മോനെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ. കള്ള് കുടിക്കാൻ പാടില്ല എന്ന് റബ്ബ് പറഞ്ഞിട്ട് എന്താണോ ഈ കുടി? ആരോട്? ജ്യൂസ് കുടിക്കുന്നവനോട്. പിന്നെയും അയാൾ ചെന്നു. ഒരു ഉദാഹരണം പറയാണ്. ഒരാൾ ഹോർലിക്സ് കഴിക്കുന്നു. അയാളോടും പറയുന്നു കള്ള് കുടിക്കാൻ പാടില്ലെന്ന് റബ്ബ് പറഞ്ഞില്ലേ? ഈ മനുഷ്യന് ഏത് കുടിക്കുന്നത് കണ്ടാലും ഒക്കെ കള്ള. അപ്പൊ വയസ്സായ ഒരു കാരണവരാളെ വിളിച്ച് ആ മോനെ വിളിച്ചു. മോനെ വാ, അല്ല ഈ കള്ള് എന്ന് പറഞ്ഞ മോൻ എന്താ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം വരും. കള്ള് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉസ്താദേ, കള്ള് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ്. എല്ലാ മധുരമുള്ള വെള്ളത്തിനും കള്ള് എന്ന് പറയുന്ന ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അസുഖം നമുക്ക് മനസ്സിലായി. ചായ കുടിക്കുന്നവരോട് ആയത്തോതിയപ്പോ ആർക്കാണ് ഇവിടെ അസുഖം? ചായ കുടിക്കുന്നവന് പേച്ചില്ല, ഓൻ ചായ കുടിച്ച് കള്ളല്ല. പക്ഷെ പ്രസംഗിച്ച മൗലവിക്ക് കള്ളെന്താന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല എന്നതും മനസ്സിലായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? കള്ളെന്താന്ന് എല്ലാവർക്കും അറിയില്ലേ? അതിന് ഇയാളൊരു പുതിയ നിർവചനം ഉണ്ടാക്കിയത് എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണ്, എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണെന്ന് പറഞ്ഞപ്പോ എല്ലാ സംഗതിയും കള്ളായി. ഇതുപോലെ വഹാബിക്കൊരു അസുഖം. എന്താ അസുഖം? ചായ കുടിക്കുന്നത് കള്ള് എന്ന് പറഞ്ഞ പോലെ മുജാഹിദിനൊരു അസുഖം. എന്ത് കണ്ടാലും ശിർക്ക. മങ്കൂസ് മൗലൂദ് ഓതിയ ശിർക്ക്, ശറഫ് അലന ഓതിയ ശിർക്ക്, മക്ബറയിൽ പോയ ശിർക്ക്, പോയില്ലെങ്കിലും ശിർക്ക്, ആകെ ശിർക്ക്. എന്താ കാരണം? ശിർക്ക് എന്നാൽ എന്ത് എന്ന് അവന് മനസ്സിലായിട്ടില്ല. അവിടെയാ പ്രശ്നം. എന്നിട്ട് ശിർക്കിന് ഇല്ലാത്ത അർത്ഥം കൊടുത്തു. ഇതുപോലെ കള്ളിനില്ലാത്ത അർത്ഥം കൊടുത്ത പോലെ ആ അർത്ഥം കൊടുക്കുന്നത് ഉമർ മൗലവിയുടെ വാക്കുകളിൽ നിങ്ങൾക്ക് കാണാം. എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന എന്ന് അയാൾ പറയുന്നുണ്ട്. അയാൾ മാത്രം പറഞ്ഞതാണ്, ലോകത്ത് വേറൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ വെല്ലുവിളിക്കുന്നു, മുജാഹിദുകളെ, ഈ ഉമർ മൗലവി പറയാൻ പോകുന്ന നിർവചനം, പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ നിർവചനം, ആരാധനയ്ക്ക് പറഞ്ഞ നിർവചനം ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി നിങ്ങൾ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ആ സെക്കൻഡിൽ ഞങ്ങളെ ഈ പരിപാടി ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കും. ഗ്യാരണ്ടിയാ? ഇല്ല, ലോകത്താരും പറഞ്ഞിട്ടില്ല. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. വളരെ കാര്യമായി നിങ്ങൾക്ക് പഠിച്ചോളി. എന്താണ് ഇതാണ് ആരാധന? എന്താണ് ആരാധന? എന്താണ് പ്രാർത്ഥന? മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. ഇത് കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ അടിസ്ഥാന പോയിന്റ് കിടക്കുന്നത്. എന്താ പറഞ്ഞേ? അദൃശ്യമായ മാർഗത്തിലൂടെ സമർപ്പിക്കപ്പെടുകയും അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുന്ന അപേക്ഷ. ഒന്നുകൂടി പറയും. ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അപ്പൊ ഉമർ മൗലവി പറയും, ശരിയായ ശിർക്കല്ല, കാരണം അത് തെളിഞ്ഞ പടിയാണ്. ഞാൻ ചായ ചോദിച്ചതും അയാൾ ചായ തന്നതും രണ്ടും കാണാം. എങ്ങനെയെന്നറിയാം? അതുകൊണ്ടത് തെളിഞ്ഞ വഴിയാണ്, അത് ശിർക്കല്ല. എങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, ഈ പ്രദേശത്തുള്ള ജിന്നെ, ഞാൻ വിളിച്ചത് ജിന്നിനെയാണ്, ജിന്നിന്റെ കാലാണോ,
ജിന്നേന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ജിന്നേ ഒരു ഗ്ലാസ് ചായ വേണം. അപ്പൊ മറുപടി പറഞ്ഞു, മോനെ അത് ശിർക്കാ. എന്തേ കാരണം? ജിന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെ കേൾക്കും? ജിന്ന് എനിക്കെങ്ങനെ ചായ തരും? രണ്ടും അദൃശ്യമാണ്, എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള സഹായം അത് അല്ലാഹുവിൽ നിന്നല്ലാതെ പ്രതീക്ഷിച്ചാൽ അതാണ് ശിർക്ക്, അതാണ് ആരാധന. അത് നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഉമർ മൗലവി പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അയാൾ പറഞ്ഞെന്താ അറിയും, എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണെന്ന് പറഞ്ഞവനെ പോലെ ഇവിടെ ഒരു പുതിയ നിർവചനം ഉണ്ടാക്കി ശിർക്കിന്. അതെന്താ? മറഞ്ഞ വഴിയിലുള്ള എല്ലാ സഹായതേട്ടവും ശിർക്കാണ് എന്ന് ഉമർ മൗലവി ഉണ്ടാക്കി. അവിടെയാണ് നിങ്ങൾക്ക് ആദ്യം കുഴപ്പം പറ്റിയത്. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം, ഏത് കിതാബിലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് സഹായം കിട്ടുമെന്ന് വിചാരിക്കലാണ് എന്നാരാ പറഞ്ഞത്? എന്നാര് പറഞ്ഞു? അവിടെയാണ് മുജാഹിദ് പ്രവർത്തകരെ നിങ്ങൾ അടിവരയിട്ടോ, അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചത്. പറഞ്ഞ ഒരാളുണ്ട്, ഞാൻ ആരും ഇല്ലാന്ന് നാളെ പറഞ്ഞ വേറെ ഒരു മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യൻ, അയാളെ പേരാണ് റഷീദ് റിള. അപ്പൊ ഉസ്താദ് ഒരാളില്ലേ? അയാളാരാള് നിങ്ങൾക്ക്? അയാള് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മരിച്ചുപോയ ഇവന്റെ നേതാവ്, വഹാബി നേതാവ്, മുജാഹിദ് നേതാവ് റഷീദ് റിള. അയാളാണ് ഈ നിർവചനം ആദ്യമായി ലോകത്ത് പറഞ്ഞത്. റഷീദ് റിളയാണ് ഇത് പഠിപ്പിച്ചത്. റഷീദ് റിള ആളൊരു സംഭവമാണ്. അയാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അയാൾ അള്ളാഹിനോട് വരെ തിരുത്താൻ പറഞ്ഞ ആളാണ്. അയാൾ ചില്ലറാളൊന്നല്ല, അള്ളാഹിനോട് വരെ. നമ്മളൊരു പത്രം വായിച്ചാൽ സുന്നി വോയിസ് വായിച്ചു, അപ്പൊ നമ്മളൊരു കത്ത് എഴുതും, ഈ ലക്കം സുന്നി വോയിസ് വളരെ നന്നായിരുന്നു, പക്ഷെ ഈ ലേഖനം അത്ര നന്നായില്ല, അങ്ങനെ അഭിപ്രായം. ഇതേപോലെ ഖുർആൻ ഓതിയിട്ട് ഇയാൾ അള്ളാഹിനോടൊരു അഭിപ്രായം പറയും, അല്ലാഹ് ഖുർആനൊക്കെ വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്, ഖുർആനിൽ പലതും അത്ര ശരിയായില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, മൂസാ നബിയുടെ വടിയിട്ടപ്പോ പാമ്പായി, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ഊതിയപ്പോ പറന്നുപോയി, ഇതൊന്നും അത്ര ശരിയായില്ല. അതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് റഷീദ് റിള. സഹോദരങ്ങളെ, അള്ളാനേക്കാൾ വലിയ ബുദ്ധിയുള്ള ആളാണ് എനിക്ക് തോന്നിപ്പോയത്. ചിലപ്പോ ചില സുന്നികൾ നമ്മളോട് പറയും മുഹയ്യദ്ദീൻ മാലയും അതുപോലെ ഖുതുബിയ്യത്തൊന്നും ഇല്ലെങ്കിൽ കുറെ ആള് സുന്നിയായിരുന്നു. അങ്ങനത്തെ ഒരൊറ്റ സുന്നിയും ഇവിടെ ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യണോ മാത്രമേ ഇവിടെ ആവശ്യം. അതാണ് നമ്മുടെ നിലപാട്. നിങ്ങൾ മനസ്സിലാക്കി സഹോദരന്മാരെ. അപ്പൊ എവിടെയാണ് ഈ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഇല്ലാത്ത ഒരു നിർവചനം ശിർക്കിനുണ്ടാക്കി, അവിടെയാണ് അബദ്ധം സംഭവിച്ചത്. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഇത് പുതിയ ശബാബ്, ഇതൊക്കെ ആർക്കും ഞാൻ തരട്ടെ, ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ, നിങ്ങൾ വായിച്ച് തിരിച്ചു തരണം എന്നുള്ള നിബന്ധന. ഏറ്റവും പുതിയ ശബാബ് മടവൂരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലത്തീഫ് മൗലവിയെ പ്രസംഗിക്കാൻ കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കരിമ്പിലാക്കൽ, അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് ശബാബ് ഏറ്റവും ലേറ്റസ്റ്റ്, ജനുവരി 2013 ജനുവരി 11 ശബാബ്. ഈ ശബാബിൽ ഒരു ലേഖനം. എന്താ ലേഖനം? ലേഖനം നല്ല ലേഖനം, ഞാൻ ആഗ്രഹിച്ച ലേഖനം. തട്ടിപ്പിന്റെ എല്ലാ ഷർത്തുകളും ഒത്ത ലേഖന. എന്താണെന്നറിയ ഇതിന്റെ പേര്? ഇമാം റഷീദ് റിളയും ഇബാദത്തിന്റെ നിർവചനവും. ഇത് മുജാഹിദുകളൊക്കെ ഒന്ന് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യ, അതായത് അദൃശ്യമാർഗത്തിലൂടെ സഹായം തേടിയാൽ ശിർക്കാണെന്ന് ലോകത്താദ്യമായി പറഞ്ഞത് റഷീദ് റിളയാണ് എന്ന് സലാം സല്ലം ഇതിൽ സമർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോ ഈ ആദർശ ക്യാമ്പയിൻ നടന്നല്ലോ, തൗഹീദ ചഞ്ചലമാണ് നമ്മളെ ക്യാമ്പയിൻ. അപ്പൊ പല സ്ഥലത്തുനിന്ന് നമ്മൾ വെല്ലുവിളിച്ചിരുന്നു, ഈ നിർവചനം മുസ്ലിം ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഈ നിർവചനം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനിതാ സലാം സല്ലം ഇതിന് മറുപടി പറയുന്നു. ലേഖനം എഴുതുന്ന ആള് എ അബ്ദുസ്സലാം സുല്ലമിയാണ്. അയാൾ ഇതിന് മറുപടി പറയാണ്, മുസ്ലിയാരെ, ഈ നിർവചനം ഞങ്ങൾ മാത്രമല്ല നിങ്ങളെ നേതാവും പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ ലേഖനം വായിച്ചപ്പോ ഞാൻ പെട്ടെന്നൊന്ന് ചിന്തിച്ചു, എന്താണ് ഈ പറയുന്നത്? ഇയാളെ സ്വഭാവം അറിയുന്നത് കൊണ്ട് പിന്നെ ഉടനെ തന്നെ അത് അന്വേഷിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ആദ്യം ഇതിൽ നിന്നൊന്ന് വായിക്കാം. കെ വി കൂറ്റനാട് മുസ്ലിയാർ
സമസ്ത പിളരുന്നതിന്റെ മുമ്പ് എഴുതിയ ഖുർആൻ പരിഭാഷയിൽ എഴുതുന്നു, ഒരു അദൃശ്യ ശക്തിക്ക് മുമ്പിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫത്ഹുർ റഹ്മാൻ ഖുർആൻ പരിഭാഷ 3-ാം വാള്യം 421-ാമത്തെ പേജ്. മറിയമിലെ 50-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞു? മുജാഹിദുകൾ പറയുന്ന ഈ നിർവചനം, അതായത് മറഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടിയാൽ ശിർക്കാണ് എന്ന് പറയുന്നത്, മുസ്ലിയാക്കന്മാരെ, നിങ്ങളെ നേതാവായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് തന്റെ പരിഭാഷയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് സലാം സുല്ലമീദിൽ എഴുതിയത്. ഏറ്റവും പുതിയ ശബാബ്. മുജാഹിദുകളെ, ഈ ശബാബ് വായിച്ച് നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ നാളെ നിങ്ങൾ സുന്നിയാവും. ഗ്യാരണ്ടിയാണ്. അത്രയും വലിയ തട്ടിപ്പ്, പടച്ചോനെ ഒരു പേടിയില്ലാത്ത പണിയാണ് ഇതിൽ ചെയ്തത്. എന്താ സംഭവം? KV മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടത്രേ, അദൃശ്യ ശക്തിക്ക് മുമ്പിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് KV മുഹമ്മദ് മുസ്ലിയാർ തന്റെ പരിഭാഷയിൽ എഴുതിയെന്ന് ഏറ്റവും പുതിയ ശബാബിലതാ സലാം സുല്ലമി തട്ടിവിടുന്നു. എന്നാൽ എന്താ പരിഭാഷയിലുള്ളത് കേട്ടോളൂ. ഞാൻ പരിഭാഷ വായിക്കാൻ പോവാണ്. ഇവരുടെ തട്ടിപ്പ് ഇതാർക്കും തരും. ഞാൻ നിങ്ങൾ ആര് വന്ന് ചോദിച്ചാലും ഈ സാധനം തരും. ഇത് KV മുഹമ്മദ് മുസ്ലിയാരെ പരിഭാഷ. ഈ പരിഭാഷയിൽ ഉണ്ടത്രേ അത്. ഞാനൊന്ന് വായിക്കട്ടെ, കേട്ടോളൂ. എന്താണ് KV മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത്? PK മൂസ മൗലവി, A അലവി മൗലവി, മുഹമ്മദ് കുട്ടി അമാനി മൗലവി എന്നിവർ പരിഭാഷകരും, KP മുഹമ്മദ് സാഹിബ്, KP മൊയ്തീൻ കുട്ടി സാഹിബ് എന്നിവർ പ്രസാധകരുമായി പുറത്തിറക്കപ്പെട്ട ഖുർആൻ പരിഭാഷയിൽ മറിയം സൂറത്തിന്റെ വിവരണത്തിൽ ഇങ്ങനെ എഴുതി കാണുന്നു, ഒരു അദൃശ്യ ശക്തിക്ക് മുമ്പിൽ ഭക്തിയോടുകൂടി ചെയ്യുന്ന അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിലാണ് ദുആ എന്ന പദം. എന്നാൽ ഈ അർത്ഥം ശരിയല്ല. ഇത് മുജാഹിദുകൾ കെട്ടിച്ചമച്ചതാണ്. ഇത് പച്ചക്കള്ളമാണ്. എന്ത്? KV മുഹമ്മദ് മുസ്ലിയാര് ഇത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി എടുത്തുകൊടുത്ത വാചകം ഇതിന്റെ തലയും പാലും കട്ട് ചെയ്ത് KV മുഹമ്മദ് മുസ്ലിയാരുടെ പേരിൽ പച്ച നുണ ചേർത്തി വെച്ചു. തട്ടിപ്പ് മനസ്സിലായി? ഇത് മശറയെ പേടിക്കുന്ന ഒരാൾ ചെയ്യുന്ന പണിയാണ്. സഹോദരങ്ങൾ, ഞാൻ ഇവിടെ പ്രസംഗിച്ചില്ലപ്പോ എന്ത് അദൃശ്യ ശക്തിയോട് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പറയുന്നു. അപ്പൊ അത് മാത്രം കെടുക്കുക. എന്ത്? മറഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടലാണ് പ്രാർത്ഥന എന്ന് അശ്വനിയും പറയുന്നു. സത്യത്തിൽ ഞാൻ എന്തിനാ പറഞ്ഞു? അത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞതാണോ? അല്ല, ഇത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഉദ്ധരിച്ച ഒരു വാക്കാണത്. ഇതുപോലെ KV മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ഒരു നിർവചനം തെറ്റാണെന്നും ഇത് ഖുർആനിൽ ആരും പറഞ്ഞിട്ടില്ല എന്നും ഇത് തെറ്റാണെന്നും സമർത്ഥിക്കാൻ എടുത്തുദ്ധരിച്ച വാചകം KV മുഹമ്മദ് മുസ്ലിയാരുടെ വാചകമായി നിന്റെ ശബാബിൽ എഴുതിയില്ലേ? മുജാഹിദുകളെ, ഈ കാണിക്കുന്ന നീതി ഇത് അല്ലാഹു പൊറുക്കുമോ? മഹ്ശറ എന്നൊന്നില്ലേ? എന്താ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഏത് പച്ച നുണയും പറയാമെന്നാണോ? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അപ്പൊ സഹോദരന്മാരെ, ഈ വഹാബികൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് നിങ്ങൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു നിർവചനം ഉണ്ടാക്കി എന്നതാണ്. ഇനി ആ നിർവചനത്തിന്റെ പരിണിത ഫലം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെ? എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം സംഭവിച്ചു? ചായ കള്ളായി, ജ്യൂസ് കള്ളായി, ഹോർലിക്സ് കള്ളായി, എല്ലാം കള്ളായി. ഇതേപോലെ എല്ലാ മറഞ്ഞ വഴിയിലുള്ള തേട്ടവും ശിർക്കാണെന്ന് പറഞ്ഞപ്പോ ശിർക്കല്ലാത്ത ഒരു സംഗതിയും ഇന്ന് ലോകത്തില്ല. എന്താ കാരണം? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊക്കെ മക്കത്ത് പോകലില്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മക്കയിൽ ചെന്നാൽ ഒരു വെള്ളമുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ വെള്ളം. എന്താ അതിന്റെ പേര്? സംസം വെള്ളം അല്ലേ? കുടിക്കാൻ നമ്മളൊക്കെ ആഗ്രഹിക്കും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സംസം വെള്ളത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ? മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം നിങ്ങൾ എന്തിനു വേണ്ടി കുടിച്ചോ അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി
ഉറപ്പാണല്ലോ. അപ്പൊ പനിയുള്ള ഒരു സഹോദരൻ സംസം വെള്ളം എടുത്തു. അയാളെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, റബ്ബേ, ഞാൻ പനിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്റെ നേതാവ് പഠിപ്പിച്ചത് സംസം വെള്ളം എന്തിനു കുടിച്ചാലും അത് കിട്ടുമെന്നാണ്. എന്റെ പനി സുഖമാകാൻ വേണ്ടി ഞാനിതാ സംസം വെള്ളം കുടിക്കുന്നു. കുടിച്ചാൽ പനി സുഖമാവും. എന്നാൽ മുജാഹിദ് പറയുന്നത് സംസം വെള്ളം പനി സുഖമാവാൻ വേണ്ടി കുടിച്ചാൽ അവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. എഴുതിയ പുസ്തകം മൊയ്തീൻ സുല്ലമിയുടെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. എന്തേ കാരണം? ഒന്നുമില്ല ഉസ്താദേ, അത് മറഞ്ഞ വഴിയാണ്. പനി വന്നാ പാരസിറ്റമോൾ കഴിക്കാം, ഗുളിക. കാരണം ഗുളിക കഴിച്ചാൽ എങ്ങനെ പനി മാറുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയതാ. അതേ സമയത്ത് സംസം വെള്ളം കുടിച്ചാൽ എങ്ങനെ പനി മാറുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ സംസം വെള്ളം പനി സുഖമാവാൻ വേണ്ടി കുടിച്ചാൽ ശിർക്കാണെന്ന് എഴുതി വെച്ചു മൗലവിമാർ. നിങ്ങൾ നോക്ക്, നമ്മുടെ ഉമ്മ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ, അല്ലാഹു അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ ഉമ്മു സലമ ബീവിയുടെ സമീപത്ത് ഒരു സ്വഹാബി കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഉമ്മ, എനിക്ക് പനിയാണ്. അപ്പൊ പറഞ്ഞു, പേടിക്കണ്ട, ഉമ്മു സലമ ബീവി MBBS ഡോക്ടറല്ല. എന്നിട്ടും സഹാബികൾ ചെന്ന് പറയുന്നു, എനിക്ക് പനിയാണുമ്മ. അകത്തേക്ക് പോയി നല്ല ഒരു പളുങ്ക് പോലത്തെ പാത്രത്തിൽ അതാ ഉമ്മു സലമ ബീവി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരികേശം അല്ലാഹുവിന്റെ റസൂലിന്റെ ശഅർ മുബാറക് ആ വെള്ളം കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ശഅർ മുബാറക് ഇട്ട വെള്ളം സ്വഹാബികൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, കുടിച്ചോളൂ. അവര് കുടിച്ചു, അവരെ പനി സുഖമായി. ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചു. നാം മുജാഹിദ് പറയുന്നത് കൊടുത്ത ഉമ്മു സലമ ബീവിയും കുടിച്ച സ്വഹാബിയും മുശ്രിക്കാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്താണെന്നല്ലോ അതിന്റെ മൈന. കാരണം എന്താ? ശഅർ മുബാറക് ഇട്ട വെള്ളം കുടിച്ചാൽ എങ്ങനെ പനി മാറും? അത് മറഞ്ഞ വഴിയാ. മറഞ്ഞ വഴിയിലൂടെ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ്. നോക്ക് നിങ്ങൾ, ഈ വഹാബി പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി? നിങ്ങൾ നോക്കിക്കോ സഹോദരങ്ങളെ, കൃത്യമായി പറയും. ഇനി അങ്ങനെ ബുഖാരിയിലുണ്ടോ? അത് ഇയാൾ പറഞ്ഞു. കണ്ടോളൂ, മുജാഹിദ് ബാലുശ്ശേരി പറയട്ടെ, അത് ബുഖാരിയിലുണ്ട്. അതൊന്ന് കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വടി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡ്രസ്, അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച പാത്രം, ഇതുകൊണ്ടെല്ലാം സഹാബികൾ ബർക്കത്തെടുത്തിരുന്നു, 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 ബർക്കത്തെടുത്തിരുന്നു. മുജാഹിദുകളുടെ വിശ്വാസമാണ്. ശരിക്കും ശ്രദ്ധിക്കണം, മുജാഹിദുകൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർ തുടങ്ങിയാവോ? ബുഖാരി നിഷേധിക്കാൻ മുജാഹിദിന് കഴിയോ? മടവൂർ വിഭാഗത്തിന് കഴിയും, നമുക്ക് കഴിയില്ല. സ്വഹീഹ് മുസ്ലിം നിഷേധിക്കാൻ സുല്ലമിക്ക് കഴിയും, നമുക്ക് കഴിയില്ല. അതിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം, നബിയുടെ മുടിയിട്ട വെള്ളം കൊണ്ട് സഹാബികൾ ബർക്കത്തെടുത്തു. ബർക്കത്തെടുത്തു. ഇതൊരു 4 കൊല്ലം മുമ്പ് എന്നെ പ്രസംഗിച്ചായി പ്രശ്നമുണ്ടോ ഇവിടെ? ഇത് ഇയാള് തൗഹീദ് മാറിയപ്പോ പ്രസംഗിച്ച പ്രസംഗ മടവൂർ വിഭാഗവും അതുപോലെ ഔദ്യോഗിക വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും അത് ശിർക്കാന്നുള്ള ഓർത്താണുള്ളത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, വളരെ കൃത്യമാണ് ഞാൻ പറയുന്ന വിഷയം. നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ്, സഹോദരങ്ങളെ, എല്ലാവരും മുശ്രിക്ക്, മഹദിയായ ഉമ്മു സലമ ബീവി അടക്കമുള്ള എല്ലാവരും മുശ്രിക്ക്. ഇനി ഞാൻ ഒന്നുകൂടി കാണിക്കാം സഹോദര. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായ കിതാബ് ഏതാ? ഏറ്റവും സ്വീകാര്യമായ കിതാബ് സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ഒരു ഹദീസ്. വഹാബിയുടെ വാദപ്രകാരം ശിർക്കാകുന്ന രൂപ ഞാൻ പറയുന്നത്. എന്താണ് ആ ഹദീസ്? കേട്ടോളൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിനെ ജൂതനായ ലബീദ് ഇബ്നുൽ അസ്സം എന്ന മനുഷ്യൻ സിഹ്ർ ചെയ്തു എന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. എന്താ പറഞ്ഞേ?
എല്ലാ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒന്നും ഏശിയില്ല. അവസാനം ഖുറൈശികൾ അഥവാ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിന്റെ റസൂലിനെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജൂതനായ ലബീദ് ഇബ്നുൽ അസ്സം എന്ന മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ സിഹ്ർ ചെയ്യുന്നു. ഒരുപാട് ദിവസം അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ചു. അവസാനം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന 2 സൂറത്തുകൾ അവതരിപ്പിച്ചു. അതോടുകൂടി ആ സിഹ്ർ ബാത്തിലായി. ഈ സംഭവം എവിടെയുണ്ട്? ബുഖാരിയിലുണ്ട്. എന്നാ മുജാഹിദ് പറയുന്നത് എന്താ അറിയോ? ബുഖാരിയല്ല, ബുഖാരിയുടെ വാപ്പ പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കൂല എന്നാണ് ഒരു മൗലവി പറഞ്ഞു. എന്താ കാരണം? സിഹ്ർ ഫലിച്ചു എന്നൊരാൾ പറഞ്ഞാൽ ഓൻ കാഫിറാണ്. എന്താ? നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നേരെ പോയി 2 അടി കൊടുക്കാം. നേരെയുള്ള ഉപദ്രവമാണ്. മുജാഹിദ് സമ്മേളനത്തിലൊക്കെ നടന്നതാണ് നേർക്കുനേരെയുള്ള ഉപദ്രവം. അതേ സമയത്ത് ഒരാളോട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ നമുക്ക് സിഹ്ർ ചെയ്ത് അയാളെ ഉപദ്രവിക്കാം. അത് മറഞ്ഞ വഴിയാണ്. സിഹ്റിലൂടെ എങ്ങനെ ഉപദ്രവം ഏൽപ്പിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മൗലവി പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ഫലിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. ഇവന്റെ നിർവചനത്തിന്റെ ഒരു ആഴം നിങ്ങൾ നോക്ക്. എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാന്ന് പറഞ്ഞപ്പോ കണ്ണിൽ കണ്ടതൊക്കെ ശിർക്കായതുപോലെ സഹോദരങ്ങളെ ഈ വാദമുണ്ടല്ലോ, മറഞ്ഞ വഴിക്ക് സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത്? എല്ലാം ശിർക്കായി പോയി. ഒരു മൗലവിയെ ഞാൻ കൊണ്ടുവരാം. മൊയ്തീൻ സുല്ലമി എങ്ങെടുക്ക്, വടപൂരികളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ്. അയാൾ പറയുന്നത് കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന് സിഹ്ർ ഫലിച്ചു. ഇത് ബുഖാരിയിലില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് ബുഖാരിയിലുണ്ട്, പക്ഷേ ഞങ്ങളിത് സ്വീകരിക്കൂല. എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, ഹദീസും ഖുർആനും സ്വീകരിക്കുമെന്ന് പറയുന്ന വഹാബികൾ പറഞ്ഞു എവിടെ എത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചോ? വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിച്ചോ? ഒന്ന് പറയട്ടെ മൊയ്തീൻ സുല്ലമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചിരുന്നു എന്ന് ബുഖാരിയിലുണ്ട്. ബുഖാരിയിലില്ലാതെ ഞങ്ങൾ ആരും ബാധിച്ചിട്ടില്ല. നബിക്ക് സിഹ്ർ ബാധിച്ചു എന്നൊരു ഹദീസ് ബുഖാരിയിലുണ്ട്. ഇനിയാട്ടോ കേൾക്കേണ്ടത്. ഒന്നുകൂടി കൊണ്ടുവരാണ്. പക്ഷേ അയാൾ പറയുന്നത് ഞങ്ങളിത് സ്വീകരിക്കലില്ല. അപ്പോ സക്കരിയ സലായി ഇയാളോട് പറഞ്ഞു, എന്താ മൗലവി നിങ്ങളെ കഥ? നിങ്ങൾ ബുഖാരിയും സ്വീകരിക്കൂലേ? അപ്പൊ ഈ മൗലവി അങ്ങോട്ട് പറയാ, ബുഖാരി അല്ലെങ്കിലും നമ്മൾ സ്വീകരിക്കലുണ്ടോ? ബുഖാരി നമ്മളെ മൊയ്തീൻ സുല്ലമി. എന്നിട്ട് അയാൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരി മുഴുവനും നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ നബിദിനം തന്നെ ആഘോഷിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ട് അത്രയും ബുഖാരിയിലുണ്ട്. മൗലവിമാർക്ക് ഇപ്പോഴാ ബോധം വന്നത്. എന്നിട്ട് ഈ മൗലവി പറയാണ്, ബുഖാരിയിൽ തന്നെ കാണാമൊരു ഹദീസ്. ഏതാണ് ആ ഹദീസ്? നരകത്തിലാണെന്ന് ഉറപ്പുള്ള ഒരാളുണ്ടല്ലോ, അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന് നരകത്തിൽ തിങ്കളാഴ്ച ദിവസം ഒരു പ്രത്യേക ആശ്വാസം ലഭിക്കുന്നു. ബുഖാരിയിലുള്ളതാ. എന്താ അബൂലഹബ് ചെയ്ത നന്മ? മുജാഹിദ് സമ്മേളനത്തിന്റെ കൺവീനറായതാണോ? അല്ല. അബൂലഹബ് ചെയ്ത നന്മ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നറിഞ്ഞപ്പോ, ഒരു തിങ്കളാഴ്ച ദിവസം നേതാവ് ജനിച്ചു എന്നറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ അബൂലഹബ് തന്റെ അടിമ സ്ത്രീയായ സുവൈബത്തുൽ അസ്ലമിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീ ഇന്നു മുതൽ അടിമത്വത്തിൽ നിന്ന് മോചിതയാണ്. നിന്നെ ഞാൻ സ്വതന്ത്രയാക്കി. അതെന്റെ സന്തോഷ പ്രകടനമാണ്. അപ്പൊ അല്ലാഹ് തീരുമാനിച്ചു, ഇയാൾ എത്ര മോശമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോ അയാൾ സന്തോഷിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇതാ അയാൾക്ക് നമ്മൾ തിങ്കളാഴ്ച ദിവസം ഒരു പ്രത്യേക ഓഫർ നൽകുന്നു. ഈ മൗലവി പറയുന്നു കേട്ടോ, അത് നമ്മൾ പണ്ടേ സ്വീകരിക്കലില്ല. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. മൊയ്തീൻ സുല്ലമി സംസാരിക്കട്ടെ. ബുഖാരിയിലുണ്ട്, ബുഖാരിയിലില്ല ഞങ്ങൾക്ക് ആർക്കും ബാധല്ല. ഇത് ഖുർആന് വിരുദ്ധമായതിനാൽ മുമ്പ് തന്നെ മുജാഹിദുകൾ ചർച്ചാ വിഷയമാക്കാറില്ല. ഇപ്പൊ ഇത് ബുഖാരിയിലുണ്ടായിട്ടും മുൻഗാമികളായ നമ്മളെ അൽമനാർ മാസികയിലൊക്കെ എഴുതിയ ലേഖനപ്പങ്ങൾ കേട്ടല്ലോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചു.
ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടായിട്ട് പോലും സിഹറിന് ഫലം ചെയ്യാൻ കഴിയൂല എന്ന് അന്നത്തെ മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞുകൊണ്ട ഈ ഹദീസ് അവർ ചർച്ചാ വിഷയാക്കിയില്ല. ഇതവരത്ര പരിഗണനീയമായി അവർ കരുതിയിട്ടില്ല എന്നാണ്. ഇതുപോലെ വേറെ ചില ഹദീസ് ഉണ്ടല്ലോ. അബൂലാബിന് നരകത്തിൽ ഇളവുണ്ട്. പ്രവാചകൻ പ്രസവിക്കപ്പെട്ട അന്ന് അബൂലാബ് ആ സന്തോഷം കാരണം സുവൈബ എന്ന അടിമയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അപ്പൊ നബി ജനിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നരകത്ത് കൈവിരലിലൂടെ പ്രത്യേക കുടിവെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ബുഖാരിയല്ലേ? എന്തുകൊണ്ട് ഈ ഹദീസ് മുജാഹിദീങ്ങൾ വിലക്കെടുക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഖുർആനെതിരാണ്. ഖുർആനെതിരായതുകൊണ്ട്. എന്താ അയാളൊക്കെ ബുദ്ധി പോയ പോക്ക്. ഖുർആനെതിരാണ്. ഏത് ഹദീസേ? അതും ഇമാം ബുഖാരിയുടെ ഹദീസ്. ഇയാള് പറഞ്ഞത് കേട്ടെന്താ തോന്നുക? അള്ളയും റസൂലും ഭയങ്കര ഫൈറ്റിംഗ് ആ തോന്നി. അള്ളെന്ന് പറയാ, റസൂല് പറയാ. സക്കരിയാസലായും കായക്കൊടിയായി അള്ളയും റസൂൽ എന്ന് പറഞ്ഞ സഹോദരന്മാരെ, ഖുർആനിന്റെ വിശദീകരണമല്ലേ ഹദീസ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. അങ്ങനെയല്ലേ ശരി? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറയണമെങ്കിൽ അത് അല്ലാഹു നിർദ്ദേശിക്കണം. അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാതെ ഒരു വാക്കും പറയാത്ത ആളാണ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചുരുക്കത്തിൽ എന്തും ശിർക്ക്, ഏതും ശിർക്ക്. സീർ വിശ്വസിക്കുമെന്ന് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക്. മന്ത്രി ചൂതിയ വെള്ളം കുടിച്ചാൽ ശിർക്ക്. കണ്ണേർ ഫലിക്കും എന്ന് വിശ്വസിച്ച ഈ ഒരു നിർവചനം നിങ്ങളെ വല്ലാതെ അടങ്ങാറാക്കി പോയി. അത് ഇപ്പോ നമ്മളെ പുതിയ പ്രസംഗം നിർക്ക് പിന്നെ മുജാഹിദ് ബാലുശ്ശേരി അയാൾ തന്നെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ മുജാഹിദുകളെ നമ്മളെ കഥ ഒക്കെ ശിർക്ക്, കണ്ണ് കണ്ടതൊക്കെ ശിർക്ക്. ഇങ്ങനുണ്ട് ഒരു ശിർക്ക്. അയാൾ പറയുന്നൊന്ന് കേട്ടോളൂ നിങ്ങൾ. അതിന് ശിർക്ക് എന്ന് പറയില്ല. അപ്പൊ ശിർക്ക് ഇപ്പൊ കണ്ടത് കണ്ണ് കണ്ടൊക്കെ ശിർക്ക്. എന്ത് ശിർക്കാ അല്ലെ? എന്ത് ശിർക്കാ? ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വീണ്ടും വരികയാണ്. ഇതെന്തിനറിയോ? ഓരോ നേടെ ചെയ്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഇയാൾ പറയും, ഒന്നുകൂടി കാണിച്ചു. ഇയാള് പറയുന്നു നമ്മുടെ നേതാക്കൾക്ക് തന്നെ ശിർക്ക് മനസ്സിലായിട്ടില്ല. കാരണം ശരിക്കും നിങ്ങൾ പുറത്താക്കേണ്ടവർ തന്നെ ഞങ്ങൾ പുറത്താക്കിയത്. കാരണം ഒന്ന് മുജാഹിദ് ബാലുശ്ശേരി അയാളൊക്കെ കണ്ട് പുറത്ത് വന്ന അതിന്റെ ഉള്ളിൽ ഇനി ഒരു രഹസ്യം ബാക്കി ഉണ്ടാവില്ല, മുഴുവൻ പറയും. ഇയാൾ പറയുന്നുണ്ടോ? മുജാഹിദ് സെന്ററിൽ കോഴിക്കോട് ഇയാൾ പോയത്ര ഒരു ദിവസം മുജാഹിദ് ബാലുശ്ശേരി. അപ്പൊ അവിടെ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ ഒരു മൗലവി പറഞ്ഞത്രേ ഖബർ കെട്ടിപ്പൊക്കിയാൽ തന്നെ ശിർക്കാണ്. ബാലുശ്ശേരി ചോദിച്ചത്ര എന്താ ഹബീബെ ഈ പറയുന്നത്? അയാളെ പണ്ട് പറഞ്ഞ വാദ. എന്നിട്ട് ഇയാൾ പറയാ നമ്മുടെ ബടാ നേതാക്കൾക്ക് എന്നെ തിരിഞ്ഞിട്ടില്ല. ഒന്ന് കേട്ടോളൂ നിങ്ങൾ ആ പറയുന്ന വാക്ക്. ബന്ധപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ ഫസ്റ്റ് തന്നെ പറയണെന്നറിയോ? ഖബർ കെട്ടി ഉയർത്തൽ തന്നെ ശിർക്കാണ്. ഞാൻ പറഞ്ഞു പൊന്നാര ഹബീബി എന്താ ഈ പറയുന്നത്? നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ പോലും അങ്ങനെയല്ലേ പറയുന്നത്? എന്ത് നിങ്ങൾ ശരിക്കും പഠിച്ചോളിട്ടോ, നമ്മുടെ ഇന്നത്തെ അവസ്ഥ പഠിച്ചോളി. ഖബർ കെട്ടി ഉയർത്തൽ ശിർക്കാണ്. വാദിക്ക മാത്രമല്ല, ഷൗട്ട് ചെയ്ത് എന്നെ ഇരുത്തിച്ചു മുജാഹിദ് സെന്ററിൽ, CD ടവറിൽ. ചോട്ടകളല്ല, ബടാ നേതാക്കന്മാർ. ബടാ നേതാക്കൾക്ക് തന്നെ ശിർക്ക് തിരിഞ്ഞില്ല എന്നല്ലേ ഇല്ല അർത്ഥം. മാത്രമല്ല ഞാൻ പറഞ്ഞു ഇതൊരു അസുഖമാണ്. ഏത്? കണ്ണ് കണ്ടതൊക്കെ ശിർക്ക്. അല്ലാഹു ആ അസുഖം അവർക്ക് സുഖമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ നിർവചനമാണ് നിങ്ങളെ പറ്റിച്ചത്. മനുഷ്യ ഘടകപ്പുറത്തുള്ള കാര്യം അല്ലെങ്കിൽ മറന്ന കാര്യം അല്ലാഹുവിനോട് മാത്രം. മനസ്സിലായോ? ഇനി മാത്രമല്ല അബ്ദുൽ സലാം സലഫി പറഞ്ഞെന്താ അറിയോ? മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന ഒരാൾ വിശ്വസിച്ച ഓനും മുശ്രിക്കാണ്. ശിർക്കിന്റെ ആഴം നോക്കണം. എങ്ങനെ ആരാ മരിപ്പിക്ക? മലക്കുൽ മൗത്ത് അല്ലേ? മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം മരിപ്പിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാവും. എന്താ കാരണം? ഒരാൾ മരിക്കുമ്പോ അസ്രായീലാണ് മരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അസ്രായീൽ വരും നമ്മൾ അറിയുന്നു.
അപ്പൊ അത് മറഞ്ഞ മാർഗ കാണുന്നില്ല. മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം ഒന്നുകിൽ ഉപദ്രവം അല്ലെങ്കിൽ സഹായം, ഒരിക്കലും രണ്ടാമൊന്നാണല്ലോ, രണ്ടായിരം ശിർക്ക. അതുകൊണ്ട് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുമെന്ന് പറഞ്ഞാൽ അതും ശിർക്കാണെന്ന് സലാം സുല്ലമിയുടെ വാക്ക് പറഞ്ഞുകൊണ്ട് ബാലുശ്ശേരി ചോദിക്കുകയാണ്, മൗലവിമാരെ ഈ രൂപത്തിൽ നമ്മൾ പോയാൽ ദുനിയാവിൽ ശിർക്കല്ലാത്ത വല്ലതും ഉണ്ടാകുമോ? 10 കൊല്ലം മുമ്പ് ഞങ്ങൾ ചോദിച്ച ചോദ്യമാണത്. ദുനിയാവിൽ മുശ്രിക്കല്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ശിർക്കെന്ന ഒരു മഹാസംഭവത്തെ ലാഘവത്തോടെ കണ്ട് ശിർക്കല്ലാത്തതിനെ ശിർക്കാക്കിയിട്ട് ശിർക്കിനില്ലാത്ത നിർവചനവും കൊടുത്ത് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയ മുജാഹിദുകളെ, ബാലുശ്ശേരിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളൊക്കെ ആളുകൾ മടവൂരികളാണ് നമ്മൾ എന്ത് വിളിച്ച് ജിന്നൂരികൾ അല്ലെ, മടവൂരികൾ വിളിച്ചു. അത് തന്നെ നമ്മളെ KNM വിളിക്കുന്നെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് കേരള നവ മടവൂരിയാണ് അല്ലെ. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, അല്ല നിങ്ങൾ ആലോചിക്കും, നമ്മളെ ജിന്നൂരികളിന് നമ്മളെ വിമർശിച്ചുകൊണ്ട് മടവൂരികൾ വിളിക്കുന്നു. അതേ വിളി KJIന്റെ വണ്ടി വിളിച്ചാലോ, KNMന്റെ വണ്ടി വിളിച്ചാലോ, ISMന്റെ വണ്ടി വിളിച്ചാലോ നമ്മൾ അവരോടൊപ്പം ചേർന്നടാ, എന്ത് പറ്റിയടാ നിനക്ക് അല്ലേ അല്ലേ അല്ലേ? അത്രേ ഉള്ളൂ. എന്താ നമ്മളവരാരും മലക്കൂരികൾ എന്ന് വിളിക്കാത്ത? നമ്മൾ മലക്കിലും വിശ്വസിക്കുന്നുണ്ട്, ഓർക്കുണ്ടോ അറിയില്ല. നമ്മൾ മലക്കിലും വിശ്വസിക്കണ്ടേ, നമ്മളെന്താ മലക്കൂരികൾ എന്ന് വിശ്വസിക്കാത്ത? മലക്കിന് പല കഴിവുണ്ടേ നമ്മൾ വിശ്വസിക്കും അല്ലേ? ആ വിശ്വസിക്കൽ ശിർക്കാണെന്നാ മടവൂരികൾ. മലക്കിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ച ശിർക്കാണ്. കാരണം എന്താ? മലക്ക ഭൗതിക ജീവിയാണ്. മാത്രമല്ല മലക്കിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ മുമ്പിനാവും, അല്ലെങ്കിൽ മുമ്പിനാവൂല. മലക്കിന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അതെന്താ? മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന ഒരാൾ വിശ്വസിച്ചായിരിക്കും. ഓ മുശ്രിക്ക, സലാം സുല്ലമി പറയാ മുശ്രിക്ക. ഓ കാഫിർ, ഞാനല്ലോ, ഞാനല്ല. സലാം സുല്ലമി പറയാൻ ആധികാരിക പുസ്തകത്തിൽ യുവത പ്രസിദ്ധീകരിച്ചെടുത്ത്. നിങ്ങൾ ആലോചിച്ചോ, ജിന്ന് ഉപദ്രവിക്കോ? പിശാച് മനുഷ്യനെ ഷെറിലേക്ക് നയിക്കോ? ആണ്. അപ്പൊ അത് ഉപദ്രവല്ലേ? ആണ്. അപ്പൊ പിശാചിന് ഉപദ്രവിക്കാൻ കഴിവുണ്ടായിരുന്നോ? മുശ്രിക്കാവോ? അപ്പൊ മുശ്രിക്കല്ലാത്ത ആരവിടെ ദുനിയാവിൽ? അമ്പിയാക്കളൊക്കെ മുശ്രിക്, ഔലിയാക്കളൊക്കെ മുശ്രിക്. ഇങ്ങനെയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ചൊരു ദുരന്തോ? വോട്ട് ചെയ്താൽ അതാ ഞങ്ങൾ പണ്ടേ ചോദിച്ചത്, നിങ്ങളെ ഈ ശിർക്ക് കൊണ്ടുപോയാൽ മുശ്രിക്കല്ലാത്ത ആരാ ദുനിയാവിൽ ഉണ്ടാകുക? അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ മുശ്രിക്. 4 ആള് മാത്രം പരലോകത്ത് ഇങ്ങനെ സ്വർഗത്തിൽ പോണ്. ഇമാമിങ്ങളും സ്വഹാബികളും അമ്പിയാക്കളും ഒക്കെ നരകത്ത് പോകും. 4 മുജാഹിദീങ്ങൾ മാത്രം. വിശാലമായ സ്വർഗത്തിൽ നിങ്ങൾക്ക് പേടിയായി പോലെ. എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഉസ്താദേ, ബാലുശ്ശേരിന്റെ ഗ്രൂപ്പിന് കുഴപ്പമില്ലല്ലോ, അവരെന്ന് പറഞ്ഞിട്ടില്ല. സലാം സുല്ലമിയല്ലേ പറഞ്ഞു? എല്ലാ ഗ്രൂപ്പും കണക്കാണ്, 8 ഗ്രൂപ്പും കണക്കാണ്. നിങ്ങൾ നോക്കിക്കോ, മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതാവിനെ കൊണ്ടുപോകാം, നമ്മളെ സക്കരിയ സലാഹിനെടുത്തോ. അയാളാണല്ലോ പുതിയ വേറൊരു താരം. അയാൾ എന്താ പറഞ്ഞ ഒരു പുതിയ പ്രസംഗത്തിൽ? അസ്രായീൽ എന്ന് പറഞ്ഞ മലക്കന്നില്ല, പുതിയ വാദി. സുബ്ഹാന ജല്ല ജലാൽ. നീ എന്തൊക്കെ നമ്മൾ ദുനിയാവെന്ന് കേൾക്കണം, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്രായീൽ എന്ന് പറഞ്ഞ മലക്കന്നല്ല പറഞ്ഞു. കേട്ടോളൂ നിങ്ങൾ അയാൾ പറയുന്ന വാക്ക്. പിന്നെ നമ്മൾ തിരുത്തേണ്ട ഒരു ധാരണയാണ്, മലക്കുൽ മൗത്തിന് നമ്മളൊക്കെ ഒരു പേര് പറയലുണ്ട്. എന്താ? അസ്രായീല്. അങ്ങനെ ഒരു പേര് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. മലക്കുൽ മൗത്ത് അസ്രായീൽ. മാപ്പിളപ്പാട്ടുകാരൻ പണ്ടേ പഠിപ്പിച്ച അങ്ങനെയാണ്. മലക്കുൽ മൗത്ത് അസ്രായീലാണ്. അസ്രായീൽ എന്ന പേര് ഹദീസിലുള്ളതല്ല, ഖുർആനിലുള്ളതല്ല. ചങ്ങാതി, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാ പോലെ. ഏറ്റവും വലിയ അറിവ് എന്താ? അറിവില്ല എന്നുള്ള അറിവാണ്. സഹോദരങ്ങളെ, മുജാഹിദിന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അസ്രായീൽ അലൈഹിസ്സലാമാണ് റൂഹിനെ പിടിക്കാൻ, മദ്രസ പാഠപുസ്തകത്തിൽ. ഇനിയിപ്പോ ഇത് പ്രസംഗിച്ചതിന് ശേഷവും എന്താ സാധനം? ഏറ്റവും പുതിയ ഇസ്ലാഹ് മാസിക അൽ ഇസ്ലാഹ്. ആരാണ് ഇതിന്റെ നേതാവ്? കേട്ടോളൂ, KK സക്കരിയ സലാഹി. KK സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന അൽ ഇസ്ലാഹിൽ ഏറ്റവും പുതിയ ലക്കത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട അസ്രായീൽ എന്ന മലക്കാണ് റൂഹ് പിടിക്കുന്നത്. മർമൗലവിയുടെ ലേഖനം. അപ്പൊ ഇത് എവിടെ നോക്കി എഴുതിയ ഞങ്ങള്? ഖുർആൻ സുന്നത്തല്ല. നിങ്ങൾ നോക്കി ഇവരുടെ ഒരു പ്രശ്നം. ഇമാം റാസിയുടെ തഫ്സീർ നിങ്ങൾ മറിച്ചു നോക്കൂ. മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുമെന്ന് പറഞ്ഞിടത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതി, വസബത ഫിൽ ഖബരി അന്നഹു അസ്രായീൽ അലൈഹിസ്സലാം.
ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അത് അസ്റായീൽ അലൈഹിസ്സലാമാണ്. നമ്മൾ മാത്രം ഖുർആനും ഹദീസും തിരിയാ, ഇമാമിങ്ങൾക്കൊന്നും തിരിയില്ല. ഇമാമിങ്ങളൊക്കെ പോയത്തക്കാര് പൊട്ടന്മാര്. ഇങ്ങനെയുണ്ട് ഒരു മതം. ബാലുശ്ശേരി ഒന്ന് പറഞ്ഞു കൊടുക്ക്. കുറച്ച് ആൾക്കാർ ഇപ്പോ മഹാ മുഹദ്ദിസീങ്ങളും അറിവുള്ളവരും അവരുള്ളോ തൗഹീദ് തെറ്റുപറ്റും, അക്കീദ തെറ്റുപറ്റും, കാഴ്ചപ്പാട് നമ്മക്കോ അത് പറ്റൂല. അത് കണിശമാണ്. അതിന് തെറ്റ് പറ്റിയെന്നെങ്ങനെ ഒരക്ഷരം ചൂണ്ടിക്കാണിച്ച വിടൂലെന്നെ, അന്നെ ബുദ്ധിമുട്ടിച്ചറിയും. ഒരിക്കലുമല്ല. അല്ലേ അല്ല, ഇതിന് ദീൻ എന്ന് പറയൂല. ഖുർആനും സുന്നത്തും ഇമാമിങ്ങൾ എങ്ങനെ വിശദീകരിച്ചോ അങ്ങനെ വിശദീകരിക്കണം. അതാണ് ദീൻ. എത്ര വ്യക്തമായത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ നിങ്ങളോട്. മുജാഹിദ് പ്രവർത്തകർ ഒന്ന് ഉഷാറായിട്ട് ചിന്തിക്കും. നിങ്ങൾ ഈ നേതാക്കൾ അടിമകളാ? ഇപ്പൊ AP ഉസ്താദ് വന്നിട്ട് പറയാണ്, മക്കളെ നമ്മളെ തൗഹീദ് ഇപ്പൊ മാറ്റിയിട്ട് നിങ്ങൾ പുതിയ തൗഹീദ് സ്വീകരിച്ചോ എന്ന് പറഞ്ഞു എന്ന് സങ്കല്പിച്ചോ? നമ്മൾ AP ഉസ്താദിനെ സ്വീകരിക്കോ? മുജാഹിദുകളെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ക്ഷമിക്കുന്നത്? എത്ര പ്രയാസം ഉണ്ടായാലും നേതാക്കൾ പറയുന്ന അണ്ണാക്ക് തൊടാതെ വിടുന്നു. അനങ്ങല്ലേ പറഞ്ഞ അനങ്ങൂല. ബാലുശ്ശേരി തന്നെ ചോദിക്കുന്ന ഒരു പുതിയ ചോദ്യം ഉണ്ടാവും. കൂടി ഒന്ന് കേട്ടോളൂ. എന്താ നമ്മൾ ഇവരെ അടിമകളാണോ? അത് നിങ്ങൾ ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഈ ശിർക്കൻ വാദത്തിലേക്ക് നിങ്ങൾ എത്തി എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇത് പരലോകത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു അപേക്ഷയാ. ഒന്ന് പറഞ്ഞോട്ടെ. ഇനിയിപ്പോ എന്താണ്ട് ഇവിടുന്ന് ഫോൺ ചെയ്യാൻ അവിടെ എന്താ നടക്കാറ്? സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ആർക്കും ഒരു അവകാശം. ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഫോണിനനുസരിച്ച് ആളുകൾ ആടിയും പാടിയും നിൽക്കുക, നോക്കുക, അനങ്ങല്ലേ അനങ്ങല്ല. നമ്മളിവരെ അടിമകളായിട്ട് ഇല്ലല്ലോ. പടച്ച തമ്പുരാനെ അല്ലാതെ ആളുകളുടെ താളത്തിനും ഓളത്തിനൊത്ത് അത് ധർമ്മാണെങ്കിൽ വേണ്ടിയില്ല. നീ ഇന്ന നന്മ ചെയ്യ്, ഇതാണെങ്കിൽ നമുക്ക് അനുസരിക്കാം. നീ ഇന്ന് തിന്മ ചെയ്യ്, ഇന്നതൊക്കെ ചെയ്യ് എന്ന് പറയാൻ, എന്നിട്ട് അവരെ അനുസരിക്കാൻ, ആ അനുസരണം കൊണ്ട് മുന്നോട്ട് പോകാൻ അത് ശരിയാണോ? അല്ല, ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം. ഒരു പുനഃപരിശോധന ഈ വിഷയത്തിൽ നടക്കണം. അതുകൊണ്ട് ഇനി ഞാൻ ചോദ്യകർത്താവിന് ഒരു അവസരം നൽകുകയാണ്. വിഷയം തുടരും, ഇതേ റൂട്ടിൽ തുടരും ഇൻഷാ അല്ലാഹ്. ആ മൈക്കൊന്ന് നിങ്ങൾ കൊടുത്തോളൂ. ചോദ്യകർത്താവ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരൊറ്റ ചോദ്യത്തിന് ഞാൻ അവസരം കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ ശേഷം എന്റെ വിഷയാവതരണം ഞാൻ തുടരും. ഒന്ന് ചോദിച്ചു, ആ മൈക്കൊന്ന് വേഗം കൊടുക്കും. രണ്ട് ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ മഹല്ലുകളില് മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമിക്ക് അപ്പുറം ഇവരുടെ തണ്ണിൽ തന്നെ മറ്റൊരു മൂന്നാമതൊരു ഗ്രൂപ്പ് തന്നെ പൊങ്ങി വരുന്നുണ്ട്. അതായത് എല്ലാ ഗ്രൂപ്പുകളെയും നമ്മൾ അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരിപ്പോ ഇസ്ലാമിന്റെ പേരിൽ കള്ളു കുടിക്കുന്ന സംഘടന ഉണ്ടാക്കിയാലും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അവരെല്ലാം നമ്മൾ അംഗീകരിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു സംഘടിതരല്ലാത്ത ഒരു ഗ്രൂപ്പ് പൊങ്ങി വരുന്നുണ്ട്. അവരോട് എന്ത് മറുപടി കൊടുക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് മറുപടി ആ പറഞ്ഞത് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാത്തത് കൊണ്ടുള്ളൊരു വാദമാണ്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ സമുദായം 73 വിഭാഗമായി ഭിന്നിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. അവരെല്ലാവരും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ വാദത്തെ നമുക്ക് അനുകൂലിക്കാമായിരുന്നു. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, എന്നാ പിന്നെ എല്ലാവരും സ്വർഗത്തിലെത്തി എന്നാണെങ്കിൽ അത് മതിയായിരുന്നു. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ചത് അതല്ല. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്.